ഇതൊന്നും എന്നെക്കൊണ്ട് നടക്കില്ല എന്ന് ഉറപ്പായിട്ടും അത് എഴുതി തള്ളിയിരുന്ന കാര്യമാണിത്. ഇന്ന് നിങ്ങൾ മീറ്റ് ചെയ്യാൻ പോകുന്ന ആള് മെക്കാനിക്കൽ പഠിക്കുകയും ഗാർമെന്റ്സ് എക്സ്പോർട്ട് ഫീൽഡിൽ വർക്ക് ചെയ്ത് ഒരു 10-11 വർഷം വർക്ക് ചെയ്തതിനു ശേഷം അതിൽ നിന്ന് ടോട്ടലി ചേഞ്ച് ആയിട്ടുള്ള IT ഫീൽഡിലോട്ട് നമ്മുടെ ബ്രോ ക്യാമ്പിലൂടെ എൻ്റർ ചെയ്യും. 2 കുട്ടികളുടെ അച്ഛനുമായ ടുറ്റു ജോ ഫിലിപ്പാണ് ഇന്ന് എൻ്റെ കൂടെ ഉള്ളത്. നിങ്ങളെ പോസ്റ്റൊക്കെ കണ്ട് പലപ്പോഴും എന്ന് പറഞ്ഞിട്ടുണ്ട് 10 LPA 34ാമത്തെ വയസ്സിൽ ഇത് വിശ്വസിക്കാൻ പറ്റൂല ആൾക്കാർക്ക്. ആരെങ്കിലും കൂടെ വന്നിട്ട് നെഗറ്റീവ് പറയുന്നുണ്ട് ഇപ്പം അത് പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ അവരെ കട്ട് ഓഫ് ചെയ്യുക. ഒന്നും നോക്കട്ടെ, എത്ര നല്ല ഫ്രണ്ട് ആണെങ്കിലും ശരി കട്ട് ഓഫ് ചെയ്തേക്ക്. എന്നെ കോൺടാക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഇനി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എത്രയോ പേരാണെങ്കിലും അവർക്ക് കോമൺ ആയിട്ട് പറഞ്ഞു കൊടുക്കാനുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതെനിക്ക് ഈ വീഡിയോ കൂടെ മാക്സിമം കൺവേ ചെയ്യണമെന്നുണ്ട്. എന്നെ കൊണ്ട് നടക്കൂല, അല്ലെങ്കിൽ കോഡിങ് എന്നുള്ളത് എനിക്ക് പറ്റൂല, അല്ലെങ്കിൽ എനിക്ക് ആ ലോജിക്ക് വർക്കൗട്ട് ആവില്ല എന്ന് 20 വർഷത്തോളം വിശ്വസിച്ച് നടക്കുകയും പിന്നെ ചേഞ്ച് ചെയ്ത ഒരാൾ കൂടിയാണ്. സെൽഫ് കോൺഫിഡൻസും സെൽഫ് എസ്റ്റീമും വളരെ ലോ ആയിട്ടുണ്ടായിരുന്ന മനുഷ്യനായിരുന്നു ഞാൻ. പേഴ്സണലി എനിക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഒരു ജോബ് നല്ലത് വേണമെന്നുള്ളൊരു സംഭവം എനിക്കുണ്ടായിരുന്നു. ഇതൊന്നും കിട്ടാതെ നിരാശപ്പെടുന്ന അവസ്ഥ, നമ്മളെ തന്നെ ഡൗട്ട് ചെയ്യുന്ന അവസ്ഥ, ഇതെല്ലാം ഇതിൻ്റെ ഒരു പ്രോസസ്സിൻ്റെ ഭാഗമാണ്. ഇതൊക്കെ പറയണത് എന്തിനാന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെ പല എക്സ്ക്യൂസ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് തൊലി ഉരിയണം. ഇത് കേൾക്കുമ്പോൾ അവര് തിരിച്ചറിയണം, തിരിച്ച് വന്നേ പറ്റും. ഒരു പ്രാവശ്യം പറഞ്ഞു കൊടുക്കും, അത് കഴിഞ്ഞ് അടുത്ത മെസ്സേജ് പറഞ്ഞാൽ വീണ്ടും തന്നെ വരും. എന്നാലും ഇത്രയും പൈസ കൊടുക്കണോ, തന്നെ പഠിച്ചാൽ പോരെ. ഞാൻ അവിടെ സ്റ്റോപ്പ് ചെയ്യും. ഇനി ഇതിലും കൂടുതൽ നിങ്ങളിതിൽ ആശ്ചര്യപ്പെടുന്ന വേറൊരു കാര്യം പറഞ്ഞുതരാം. 35 വയസ്സ് കഴിഞ്ഞാൽ IT ഫീൽഡിലൊന്നും എല്ലാവരും പറഞ്ഞു വിടുകയുള്ളൂ. അവരെ കൊണ്ടൊന്നും അവിടെ ഉപകാരമൊന്നുമില്ല, അവരെ ജോലിക്കാരെ ഒന്നും വെച്ചേക്കില്ല. ഞാൻ എവിടെയും പറയാത്തൊരു കാര്യമുണ്ട് ഇതിനകത്ത്. അപ്പോൾ ടുറ്റുവിനോട് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെയാണ് ഇതിൻ്റെ ഇടയ്ക്ക് നടന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും. സോ വെൽക്കം ടുറ്റു ടു പ്രോട്ടോടൈപ്പ്. Thank you very much. നമ്മുടെ ചാനലിൽ IT ഫീൽഡിൽ ഒരു കരിയർ ഡെവലപ്പ് ചെയ്യാനുള്ള എല്ലാ ട്യൂട്ടോറിയൽസും അവൈലബിൾ ആണ്. അപ്പോൾ ഇതൊക്കെ കണ്ട് പഠിക്കുമ്പോൾ എന്ത് വന്നാലും സംശയങ്ങളൊക്കെ വരാം. ഈ സംശയങ്ങളൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രീ 1 month സപ്പോർട്ട് നമ്മുടെ ചാനൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ prototype.com എന്നുള്ള വെബ്സൈറ്റ് കയറിയിട്ട് ഈ ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ടെലിഗ്രാം ഗ്രൂപ്പിലോട്ട് എൻ്റർ ചെയ്യിപ്പിക്കും. ഈ ടെലിഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് മലയാളത്തിലോ ഇംഗ്ലീഷിലോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾ ഡൗട്ടുകൾ ചോദിച്ചിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും. അതുപോലെ ഓൺലൈനിൽ വീട്ടിലിരുന്ന് പഠിക്കുമ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്ക് ഇവിടെ വന്ന് നമ്മുടെ ടീമിൻ്റെ കൂടെ നമ്മുടെ അപ്പുകളിൽ ഇരുന്ന് വർക്കൗട്ട് ചെയ്യുന്ന ഒരു ബ്രോ ക്യാമ്പ് എന്നുള്ള 6 months പ്രോഗ്രാമും കൂടെ ഉണ്ട്. ഈ പ്രോഗ്രാമിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യാം. നിങ്ങൾ ഏതൊരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ആളായാലും IT ഫീൽഡിലോട്ട് കരിയർ ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സൗകര്യങ്ങളൊക്കെ യൂസ് ചെയ്യുക. അതുപോലെ ഈ നമ്പറുകളിലും കോൺടാക്ട് ചെയ്യാം. എനിക്ക് ഞങ്ങളാണ് നന്ദി പറയേണ്ടത്. ബ്രോ ക്യാമ്പിലോട്ട് ഇങ്ങനെ ഇനീഷ്യൽ കാലഘട്ടത്തിൽ ഇങ്ങനൊരു പ്രൊഫൈല് ധൈര്യത്തോടെ കടന്നു വരിക എന്നുള്ളത്, ബ്രോ ക്യാമ്പ് എന്നുള്ള ഒന്നാമത് എല്ലാവരും പേടിച്ചിരിക്കുന്ന പരിപാടിയാണ്. സെൽഫ് ലേണിംഗ് ആണ്, അവിടെ ആരും പഠിപ്പിക്കാനില്ല എന്ന് പേടിച്ചിരിക്കുന്നവിടുത്ത് ഈ ഒരു ഏജിലോട്ട് കരിയർ ഷിഫ്റ്റ് ഉണ്ടാക്കാൻ അങ്ങോട്ട് വരും. അതിൽ നിന്നൊരു നല്ല റിസൾട്ട് ഇപ്പോൾ അതുണ്ടാക്കിയ വലിയൊരു കാര്യമാണ്. അപ്പോൾ ഫസ്റ്റ് എനിക്ക് ചോദിക്കാനുള്ളത്, ഒരു 20 yearsൻ്റെ ഒരു രസകരമായ സ്റ്റോറി പറഞ്ഞാൽ 20 years ആയിട്ട് കോഡിങ് നടക്കൂല എന്ന് വിചാരിച്ചതുള്ളത് എന്താ സംഭവം? ഒരു ഫ്ലാഷ് ബാക്ക് ആണ് ആക്ച്വലി. അത് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ 9th standard ആണെന്നാണ് എൻ്റെ ഓർമ്മ, 9th or 10th. ആ സമയത്ത് എൻ്റെ കസിൻ, ആ സമയത്ത് കമ്പ്യൂട്ടേഴ്സ് ഇല്ല, നമ്മൾ മറ്റേ ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടേഴ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവരുടെ വീട്ടിൽ കമ്പ്യൂട്ടർ വാങ്ങിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ക്യൂരിയോസിറ്റിയാണ്. അങ്ങനെ പോയി ഏതെങ്കിലും ചെറിയ ചെറിയ ഗെയിംസ് കണ്ടുകൊണ്ടിരിക്കുകയോ അല്ലെങ്കിൽ ഇവർ ചെയ്യുന്നത് എന്താണെന്ന് നോക്കിയിരിക്കുകയോ ചെയ്യുന്ന ഒരു സമയമാണത്. കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ഭയങ്കര അപ്രാപ്യമായിട്ടുള്ളൊരു സംഭവമാണ് അന്നത്തെ കാലത്ത്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ചേച്ചി MCA ചെയ്യുമായിരുന്നു ആ സമയത്ത്. ടർബോസിയുടെ ബ്ലൂ സ്ക്രീൻ ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ ആ ബ്ലൂ സ്ക്രീനിൽ പ്രൊജക്റ്റ് ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ട് ചേച്ചി ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചേച്ചി പറയാണ്, ഇതിൽ ഒരു കുത്തോ കോമയോ പോയി കഴിഞ്ഞാൽ പിന്നെ പ്രാന്ത് പിടിക്കും, ഒന്നും നടക്കില്ല, അതോടുകൂടിയിട്ട് അന്നത്തെ ദിവസത്തെ പോക്കാണ്, പിന്നെ അത് നോക്കി കണ്ടുപിടിക്കില്ല തന്നെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ് എന്ന് പറഞ്ഞു. ഇത് എൻ്റെ മനസ്സിൽ അന്ന് ഒന്നാമതേ ഈ കോഡിങ് എഴുതി വെച്ചിരിക്കുന്നത് എന്താണെന്നൊന്നും മനസ്സിലാവുന്നില്ല. അതിൻ്റെ കൂടെ ഇതും കൂടെ കേട്ടപ്പോൾ ഓക്കെ, ഇത് നമുക്ക് പറ്റിയ പണിയല്ല, നടക്കില്ല എന്ന് അന്നേ മനസ്സിൽ അങ്ങനെ പതിഞ്ഞു പോയിരുന്നു. അതിനുശേഷം 20 വർഷത്തോളം ഞാനിങ്ങനെ വേറെ ഫീൽഡിൽ വർക്ക് ചെയ്തു. അതിനുശേഷം കൊറോണയുടെ സെക്കൻഡ് വേവിൻ്റെ സമയത്താണ് നമ്മുടെ 100K കോഡിങ് ചലഞ്ചിൻ്റെ വീഡിയോ ഞാൻ കാണാനിടയാണ്. നിങ്ങളെ തുറപ്പിച്ചിട്ടാണ് ഞാൻ എന്തായാലും എടുത്തു പറയുക, അത് നിങ്ങളുടെ തുറപ്പിച്ചിട്ടാണെന്ന്. അത് എനിക്ക് കൊറോണ വന്നത്, ഇപ്പോൾ ഞാൻ നന്ദി പറയുകയാണെങ്കിൽ സത്യത്തിൽ കൊറോണയെ നന്ദി പറയേണ്ടി വരും. ഫസ്റ്റ് കൊറോണയാണ് ഒരു ഫാക്ടർ ഞാനിങ്ങോട്ട് മാറാൻ വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ ഇങ്ങനെയൊരു ഫീൽഡിലേക്ക് ട്രൈ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫാക്ടർ. എന്നും കൊറോണ നന്ദി പറയും. തീർച്ചയായിട്ടും. വെറുതെ അങ്ങനെ രക്ഷപ്പെട്ടവർ ഒത്തിരി പേരുണ്ട് എൻ്റെ പരിചയത്തിൽ തന്നെ. അപ്പോൾ അങ്ങനെ
ഒരു രസത്തിന് ടൈം പാസിന് കാണാൻ തുടങ്ങിയതാണ് 100K കോഡിങ് ചലഞ്ച്. അങ്ങനെ അത് വർക്കൗട്ട് ചെയ്തപ്പോൾ ഓക്കെ അത് രസകരമായി തോന്നി, വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് മനസ്സിലായി. അതിനുശേഷം അതിനകത്തുള്ള എക്സ്ട്രാ അസൈൻമെൻറ്റ്സും പൊതുവെ 100K കാണുന്നവർ കുറേ സ്കിപ്പ് അറിയാതെ പോകുന്ന കാര്യമാണത്. അതും ഈ എക്സ്ട്രാ അസൈൻമെൻറ്റ്സും ചെയ്ത് കഴിഞ്ഞപ്പോൾ അതും വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതെനിക്ക് പറ്റുന്ന രീതിയിൽ കുറച്ച് മോഡിഫൈ ചെയ്ത് നമ്മുടെ കയ്യിൽ നിന്നിട്ടിട്ട് ചെയ്യാനും ഒരു രസം തോന്നി അന്ന്. അങ്ങനെയാണ് ആ ധൈര്യം വന്നത്. അങ്ങനെയാണ് ഈ ധൈര്യം വന്നതും ഇതിനകത്തേക്ക് ചാടിയതും. 2009 ബിടെക് കഴിഞ്ഞായിരുന്നു. അതെ. ഞാൻ 2010 അപ്പൊ എന്നേക്കാളൊരു വയസ്സ് മൂത്ത ആളാണ്. അതെ. മെക്കാനിക്കലാണ് എഞ്ചിനീയറിംഗ് കഴിഞ്ഞല്ലേ? മെക്കാനിക്കൽ പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ്. ഓക്കെ. അത് കഴിഞ്ഞിട്ട് 10-11 വർഷത്തോളം ഗാർമെന്റ്സ് ഫീൽഡിൽ ഗാർമെന്റ് എക്സ്പോർട്ട് ഫീൽഡിൽ വർക്ക് ചെയ്തിരുന്നു. ഓക്കെ. അതെവിടെയാണ്? അത് തിരുപ്പൂർ, കോയമ്പത്തൂരിനടുത്ത്, തമിഴ്നാട്ടിൽ കോയമ്പത്തൂരിനടുത്ത് തിരുപ്പൂർ എന്ന് പറയുന്ന സ്ഥലം. അപ്പോൾ അതിലെന്തൊക്കെ ചെയ്യാൻ മെയിനായിട്ട്? അവിടെ ഞങ്ങൾ ബേസിക്കലി ഫാബ്രിക് ആയിട്ട് നമ്മൾ തന്നെയാണ് ആക്ച്വലി പ്രോസസ്സിങ് എല്ലാം ചെയ്യുന്നത്. പ്രോസസ്സിങ് ഫാബ്രിക് രീതിയിൽ ഉള്ളിൽ വന്നതിന് ശേഷം ഷിപ്മെന്റ് അയച്ച് കസ്റ്റമർക്ക് ഡെലിവറി കൊടുത്ത് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ വരെയുള്ള കാര്യങ്ങളെല്ലാം A to Z. ഓ, അപ്പോൾ വലിയ കമ്പനിയായിരുന്നു അത്? മാനുഫാക്ചറിങ്, അതായത് ഫാബ്രിക് ഇത് എല്ലാം സപ്ലയർ, ഒരു വേറെ വേറെ സപ്ലയേഴ്സ് ഓരോ വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തന്നെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള സപ്ലയേഴ്സ് ഉണ്ടാവും. അപ്പോൾ അവർ ഫാബ്രിക് നൂല് നമ്മൾ വാങ്ങിക്കുന്നു, ഫാബ്രിക് ആക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നു, ഫാബ്രിക്കിന് നമ്മൾ ഡൈ ചെയ്യുന്നു, ഡൈ ചെയ്തതിൽ ഉള്ളിൽ കൊണ്ടുവന്നതിന് ശേഷം നമ്മൾ പാറ്റേൺസ് വെച്ചിട്ട് കട്ട് ചെയ്യുന്നു, സ്റ്റിച്ച് ചെയ്യുന്നു, പ്രിന്റിംഗ് ഉണ്ടെങ്കിൽ പ്രിന്റിംഗ് ചെയ്യുന്നു, ബാക്കി പ്രോസസ്സിംഗ് ആയിട്ടുള്ള ചെക്കിംഗ്, അയണിങ്, പാക്കിംഗ്, ഷിപ്മെന്റ്, എല്ലാ കാര്യങ്ങളും. ഈ തിരുപ്പൂർ എന്നുള്ള കാര്യം ഞാനൊക്കെ തിരുപ്പൂർ ഇങ്ങനെ കുറേ ബിസിനസ് ഉണ്ട് എന്നുള്ളത് കേട്ടിട്ട് മാത്രമേ ഉള്ളൂ. നമ്മളവിടെ പോയി എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. 10-11 വർഷം അവിടെ ശരിക്കും എക്സ്പ്ലോർ ചെയ്തില്ല. നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്തു. അവിടെ ഒരുപാട് ഫാക്ടറീസ് ഇല്ല ഇങ്ങനെ നിറയെ. അത് ആക്ച്വലി ഒരു ഹബ്ബാണ്. അത് നമ്മുടെ IT ഹബ്ബ് എന്നൊക്കെ പറയുന്ന പോലെ ഒരു ഹബ്ബാണ്. IT ഹബ്ബിൽ നമുക്ക് ഒരു വീടിൻ്റെ ഒരു റൂമിൻ്റെ ഉള്ളിൽ ഒരു IT ഒരു കമ്പനി ഉണ്ടെന്ന് പറയുന്നത് പോലെ തന്നെ തിരുപ്പൂരിൽ അതേ അവസ്ഥ തന്നെയാണ്. ഒരു ഇതുപോലെ ഒരു ചെറിയ റൂമിൻ്റെ ഉള്ളിൽ 2-3 മെഷീൻസ് ഇട്ടിട്ട് വർക്ക് ചെയ്യുന്ന, സ്റ്റിച്ചിങ് മാത്രം ചെയ്യുന്ന കമ്പനികൾ, സ്റ്റിച്ചിങ് മുതൽ പാക്കിംഗ് വരെ മാത്രം ചെയ്യുന്ന കമ്പനികൾ, അങ്ങനെ പല തരത്തിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഇതിൽ വലിയ ഗ്രോത്ത് ഉണ്ടോ? വലിയ ബിസിനസ് ആയിട്ട് മാറോ? എങ്ങനെയാണ് അതിന്റെ രീതി? അതോ ഒരു നിന്ന് പോലെയാണോ? അത് നമുക്ക് ഫിനാൻഷ്യൽ ബാക്കപ്പ് വേണം, നല്ല പോലെ അവിടെ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ വേണം. അത് കൂടുതൽ ക്രെഡിറ്റ് ഒക്കെ ആവൂലേ? കടം മോസ്റ്റ്ലി മിനിമം 30 to 45 days ക്രെഡിറ്റിലാണ് റണ്ണിങ്, ബിസിനസ് എല്ലാം റണ്ണിങ്. അതുകൊണ്ട് തന്നെ ഈ പല കൊറോണ അല്ലെങ്കിൽ GST വന്നപ്പോഴൊക്കെ ഈ ക്യാഷ് ഫ്ലോ ബ്ലോക്ക് ആയ സമയത്ത് നിറയെ ബുദ്ധിമുട്ടിയ നിറയെ ആൾക്കാരുണ്ട്. അപ്പോൾ ഏകദേശം മന്ത്ലി ആ സമയത്തൊക്കെ എത്ര ഉണ്ടാക്കുമായിരുന്നു കയ്യിൽ? ഞാൻ ആക്ച്വലി അവിടെ ഒരു എംപ്ലോയി ആയിട്ടാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് 30 to 35,000 പെർ മന്ത് ആയിരുന്നു എൻ്റെ സാലറി ഉണ്ടായിരുന്നു. ഓക്കെ. മറ്റു ചിലവുകളൊക്കെ കഴിയായിരുന്നു അപ്പോൾ? ചിലവുകൾ കഴിഞ്ഞു പോകും, കുഴപ്പമില്ല, രണ്ടറ്റവും കൂട്ടിമുട്ടി പോകും എന്നുള്ള ഒരു. ആ സമയത്ത് അവിടെ ഫാമിലി ഒക്കെ ഉണ്ടായിരുന്നു അല്ലേ? ഫാമിലി എൻ്റെ കൂടെ തന്നെയായിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത്. വൈഫ് എൻ്റെ കൂടെ തന്നെയായിരുന്നു. വൈഫിനും ഞങ്ങൾ രണ്ടുപേരും കൂടെ ഏർണിംഗ് ചേരുമ്പോൾ അറൌണ്ട് 50-55 ആ റേഞ്ചിൽ. അതിന്ന് ഇപ്പോഴുള്ള ഷിഫ്റ്റ് ഉണ്ടായല്ലോ IT-ലോട്ടുള്ള. അപ്പോൾ ശരിക്കും ഏത് വർക്കാണ് ഇഷ്ടം? ആ വർക്കാണോ ഈ വർക്കാണോ ഇഷ്ടം? ആ വർക്ക് എന്ന് പറയുന്നത് എനിക്ക് കൂടുതലും റെപ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു ടാസ്ക്സ് ആയിരുന്നു. ഇപ്പം വേറെ സ്റ്റൈൽസ് വന്നാലും ഇപ്പം നമ്മൾ ചെയ്യുന്ന ഗാർമെന്റ്സ് അതിൻ്റെ ബേസിക് പ്രൊസീജിയർ എല്ലാം ഓൾമോസ്റ്റ് സെയിം ആണ്. മേ ബി പുതിയ 1-2 പ്രിന്റിൽ വ്യത്യാസം വരിക, അല്ലെങ്കിൽ ഫാബ്രിക്കിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ വ്യത്യാസം വരിക, അങ്ങനെയുള്ള അല്ലെങ്കിൽ ഡിസ്പ്ലേ ചെയ്യുന്നതിൽ വ്യത്യാസം വരിക, അങ്ങനെയുള്ള ബേസിക് കാര്യങ്ങൾ, കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് വ്യത്യാസം വരിക. ബാക്കി പ്രോസസ്സിങ്, ലൈൻ ഫ്ലോ, അതായത് വർക്ക് ഫ്ലോ എല്ലാം സെയിം ആണ്, എപ്പോഴും സെയിം ആണ്. അപ്പോൾ അതുകൊണ്ട് എനിക്കതിനകത്ത് നമ്മളതിനെ പ്രോപ്പർ ഫോളോ അപ്പ് ആണ് ഏറ്റവും കൂടുതൽ അവിടെ പ്രാധാന്യം ഉണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ വരുമ്പോൾ നമ്മുടെ തലച്ചോറ് കൂടുതൽ വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ കോഡിങ്ങിലേക്ക് വരുമ്പോൾ കൂടുതൽ തലച്ചോറ് വർക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്. നമ്മൾ ഈ പറയുന്നത് പോലെ കാണാതെ തന്നെ നമ്മൾ ആലോചിക്കണമല്ലോ ഇത്ര കാര്യങ്ങൾ ഇതിനകത്തൊക്കെ. ഇതിങ്ങനെ പോയാൽ ഇതിൽ കൂടെ വരും, എവിടെ വരും, എങ്ങോട്ട് പോകും, എങ്ങനെ വരാൻ സാധ്യതയുണ്ട്, ഒരു ട്രയൽ ആൻഡ് എറർ ചിലപ്പോൾ എടുക്കേണ്ടി വരും, ചിലപ്പോൾ തെറ്റ് ഒരു സിമ്പിൾ മിസ്റ്റേക്സിന് വേണ്ടിയിട്ട് ഇരിക്കേണ്ടി വരും. പക്ഷെ എന്നാലും നമ്മുടെ തലച്ചോറ് വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു വ്യത്യാസം നമുക്ക് തിരിച്ചറിയാനാണ്. ഒരു സന്തോഷം കിട്ടും. അതെനിക്ക് ഭയങ്കര സന്തോഷമാണ് സത്യത്തിൽ. ഓരോ റിസൾട്ട് വരുമ്പോഴുള്ള ഭയങ്കര സന്തോഷമാണ്. എനിക്കത് വളരെ എനിക്ക് തിരിച്ചറിയാൻ പറ്റുന്ന വളരെ വലിയ സന്തോഷമാണ്. എനിക്കത് തലച്ചോറ് എനിക്ക് വർക്ക് ചെയ്യുന്നുണ്ട്, നമ്മൾ ആലോചിക്കുമ്പോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്, ഒരു കാര്യം കിട്ടിയാൽ ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് വളരെ വ്യത്യാസമാണ്. മറ്റേത് നമ്മൾ കുറേ ഐഡിയലാണ്, നമ്മൾ ഫിസിക്കലി വർക്ക് ചെയ്യുന്നുണ്ട് നല്ലപോലെ, പക്ഷെ മെന്റലി കുറേ ഐഡിയലാണ്. അപ്പോൾ ശരിക്കും ഹാപ്പിയാണ്. നല്ല ഹാപ്പിയാണ്. വെറൈറ്റി പ്രോജക്റ്റുകളായിട്ട് ഇങ്ങനെ എൻ്റർ ചെയ്ത് പോകാന്നുള്ളത് നല്ല ഹാപ്പിയാണ്.
അപ്പോൾ ഇവിടെ നമ്മുടെ ബ്രോ ക്യാമ്പിലെ പ്രൊജക്ട് 2 പ്രോജക്റ്റോളം കംപ്ലീറ്റ് ചെയ്തു. ഒരു പ്രോജക്റ്റ്, ഫസ്റ്റ് പ്രോജക്റ്റ് ഇ-കൊമേഴ്സ് ആയിരുന്നു. അല്ല, അതിനിടയ്ക്ക് ഒരു കാര്യം പറഞ്ഞല്ലോ, ഒരു വലിയൊരു ഗ്യാപ്പ് വന്ന കാര്യം, അതായത് ഒരു 3 മാസത്തോളം ലീവ് എടുത്തിട്ട്. അത് എനിക്ക് എൻ്റെ വിരലുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു ആക്സിഡൻറ്റ് പറ്റിയതാണ്. അപ്പോൾ അങ്ങനെ വിരലിൻ്റെ ഒരു ഭാഗം മുറിഞ്ഞു പോയി. അപ്പോൾ അതിന് ശേഷം പ്ലാസ്റ്റിക് സർജറി ആയിട്ട് ബന്ധപ്പെട്ട് ഒരു 3 മാസത്തോളം എനിക്ക് വയറിലിങ്ങനെ കൈവച്ചിരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. അനക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. 1 മാസത്തോളം അനക്കാൻ പറ്റിയിട്ടില്ല. അതിനുശേഷം ഇത് വെടിവെച്ചിട്ടാണെങ്കിലും ഓപ്പൺ വൂണ്ടായിരുന്നു. അപ്പോൾ അത് ക്യൂർ ആവാൻ വേണ്ടിയിട്ട് വീണ്ടും 1 മാസം എടുത്തു. സോ അതിന് ശേഷമാണ് ഞാൻ വീണ്ടും ബ്രോ ക്യാമ്പിലേക്ക് തിരിച്ചു വരുന്നതും കണ്ടിന്യൂ ചെയ്യുന്നതും. സോ ഫസ്റ്റ് പ്രോജക്റ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ആക്സിഡൻറ്റ് നടന്നത്. സെക്കൻഡ് പ്രോജക്റ്റ് റിയാക്ട് ആക്ച്വലി ഞാൻ പഠിക്കാമെന്നൊക്കെ വിചാരിച്ചിരുന്നു. അതെ, പക്ഷേ അത് മനസ്സിലായി, ഒരു കൈ കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യാൻ നടക്കില്ല എന്ന് മനസ്സിലായി. പിന്നെ ഈ വീഡിയോ കണ്ടതുകൊണ്ട് മാത്രം ഒരു കാര്യമില്ല എന്ന് നല്ല ക്ലിയർ ആയിട്ട് മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് സത്യം പറഞ്ഞാൽ 3 മാസം ഒന്നും തന്നെ ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഞാൻ ഡിസംബറിലാണ് ആക്സിഡൻറ്റ് ഉണ്ടാകുന്നത്. ഡിസംബർ ഫസ്റ്റ് വീക്കാണ് ആക്സിഡൻറ്റ്. ഞാൻ ഫെബ്രുവരി ഓൾമോസ്റ്റ് സെക്കൻഡ് തേർഡ് വീക്കോട് കൂടിയിട്ടാണ് ഞാൻ റീജോയിൻ ചെയ്യുന്നത്. അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമായിട്ടാണ് വെച്ചാൽ 3 മാസം കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഗ്യാപ്പ് വന്നു ഈ ബ്രോ ക്യാമ്പിനിടയ്ക്ക്. അത് കഴിഞ്ഞിട്ട് എന്താ പറയുക, പിന്നെ ഒരു 3 മാസം കഴിഞ്ഞാൽ 2ാമത് പ്രോജക്റ്റ് ചെയ്യാൻ വരുന്നത്. എന്നിട്ടാണ് ഈ സാലറിലോട്ട് കയറുന്നത്. ഇതൊക്കെ പറയണത് എന്തിനാന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെ പല എക്സ്ക്യൂസ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് തൊലി ഉരിയണം. ഇത് കേൾക്കുമ്പോൾ അവർ തിരിച്ചറിയണം, തിരിച്ച് വന്നേ പറ്റുള്ളൂ. ഈ ഒരു വയസ്സിൽ, ഇപ്പോൾ 33ാമത്തെ വയസ്സിലാണ് ഇങ്ങനെ ഒരു കോഴ്സ് ചെയ്യാനുള്ള പ്ലാൻ എന്ന് പറഞ്ഞത്. അപ്പോൾ ഇത് സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത് കൂടെയുള്ള ഫ്രണ്ട്സ് ആരും സപ്പോർട്ട് ചെയ്യില്ല, ഫാമിലി ആരും സപ്പോർട്ട് ചെയ്യില്ല, ആരും എന്താ പറയുക ഇങ്ങനൊരു ചേഞ്ച് കൊണ്ടുവരാൻ എടാ നടക്കൂലടാ നിർത്തിക്കോ എന്നുള്ളതേ പറയുള്ളൂ. അപ്പോൾ ആരാണ് ഇതിൽ സപ്പോർട്ട് വന്നത് ശരിക്കും? വൈഫാണ് പ്രൈമറി സപ്പോർട്ട്. വൈഫ് ഓൾറെഡി ഇപ്പോൾ എംബഡഡ് സൈഡിൽ ഇലക്ട്രോണിക്സ് എഞ്ചിനീയർ ആണ്. ബേസിക്കലി ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയർ ആണ്. പക്ഷെ വർക്ക് ചെയ്തിരുന്നത് ആക്ച്വലി എൻ്റെ കൂടെ തന്നെ തിരുപ്പൂർ ആയിരുന്നു. ഞങ്ങൾ ഫാമിലി ഒരുമിച്ചായിരുന്നു. IT ഫീൽഡായിരുന്നു. അപ്പോൾ IT അല്ല ഗവൺമെന്റ് ഫീൽഡിൽ തന്നെ മാനേജ്മെന്റ് സൈഡിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. അതിനുശേഷം ആണ് ഇങ്ങോട്ട് വന്ന് അപ്പോൾ നാട്ടിൽ വർക്ക് ചെയ്യാണ്. അപ്പോൾ അങ്ങനെ ഞാൻ കൊറോണ പിടിച്ച് വന്നിരുന്ന സമയത്ത് ഞാനിതിൽ ഇൻട്രസ്റ്റഡ് ആണ് എന്ന് കണ്ടപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് എന്നെ പ്രൊമോട്ട് ചെയ്തു. എനിക്ക് അവിടെ ചെയ്ത് നോക്കുന്നതിൽ എന്താണ് തെറ്റ്, ഒരു ട്രയലല്ലേ. ഓക്കെ, ഞാൻ പക്ഷേ അന്നേരം ഞാനിവിടെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ സത്യത്തിൽ ഫ്യൂമിഗേഷൻ പാസ്സായാൽ മാത്രം അടുത്ത 6 മാസം, അല്ലാന്നുണ്ടെങ്കിൽ ആ മൊമെന്റിൽ നിന്ന് നേരെ തിരിച്ച് പഴയ പണിയിലേക്ക്. ഇതായിരുന്നു എൻ്റെ പ്ലാൻ. ഒറ്റ ചാൻസ് അതായിരുന്നു പ്ലാൻ. കാരണം ഞാൻ പറഞ്ഞല്ലോ 20 വർഷമായിട്ട് നമ്മളെ കൊണ്ട് സാധിക്കില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു സ്ഥലത്ത് നിന്ന് വരുന്നത് കൊണ്ട് തന്നെ നമുക്കൊരു ആത്മവിശ്വാസമില്ല, ഇത് നടക്കും എന്നുള്ള ഒരിക്കലും വിശ്വസിക്കുന്നില്ല. അങ്ങനെയാണ് വരുന്നത്. 2 വീക്സ് ആയിരുന്നു. പക്ഷേ ഈ പറഞ്ഞതുപോലെ 100K കോഡിങ് ചലഞ്ച് കണ്ട് വന്ന് വിളിക്കുമ്പോൾ അത് കണ്ട് പഠിച്ചോ, അത് മനസ്സിലായെങ്കിൽ ഓക്കെ അങ്ങ് പോരെന്ന് പറയും. ഇവിടെ വരുമ്പോഴല്ലേ അവസ്ഥ അറിയാം. പക്ഷെ കുഴപ്പമില്ലായിരുന്നു കേട്ടോ. എന്തായാലും എനിക്ക് ഫസ്റ്റ് ഫ്യൂമിഗേഷനിൽ തന്നെ അതിൽ തന്നെ പാസ്സായ നിസ്സാരം പേരിൽ ഒരാളായിരുന്നു ഞാൻ. എന്തായാലും ചെയ്യാൻ അല്ല, ഞാൻ ചോദിക്കണെന്ന് വെച്ചാല് നമ്മൾ 100K കണ്ടിട്ട് ഇവിടെ വന്നു, പക്ഷെ ഇവിടെ വന്നിട്ട് 2 ആഴ്ചത്തെ പ്രാക്ടീസ് കൊണ്ട് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുമല്ലോ. തീർച്ചയായിട്ടും പറ്റും. അതിനോടൊരു ഇൻട്രസ്റ്റ്. ഇപ്പം ഞാൻ പലരോടും പറയുന്ന കാര്യമാണ്, നെഗറ്റീവ് സംഭവത്തിനെ അവോയ്ഡ് ചെയ്തേക്കുക, കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുക. നെഗറ്റീവ് പീപ്പിൾസ് ആരെങ്കിലും കൂടെ വന്നിട്ട് നെഗറ്റീവ് പറയുന്നുണ്ട്, ഇപ്പം അത് പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ അവരെ കട്ട് ഓഫ് ചെയ്യുക. ഒന്നും നോക്കണ്ട, എത്ര നല്ല ഫ്രണ്ട് ആണെങ്കിലും ശരി കട്ട് ഓഫ് ചെയ്തേക്കുക. ആരാണോ പോസ്റ്റ് ഇത് നടക്കൂടാ എന്ന് പറയുന്നവനുണ്ടോ അവൻ്റെ കൂടെ കൂടിക്കൂടാ, എന്നാലേ രക്ഷപ്പെടുള്ളൂ. ഉറപ്പായിട്ടും എന്നാലേ രക്ഷപ്പെടുള്ളൂ. അല്ലാതെ ആരൊക്കെ ബ്രോ ക്യാമ്പിൽ നല്ല എവിടെ പോയാലും അങ്ങനത്തെ ആറ്റിറ്റ്യൂഡ് കൊണ്ടിരിക്കണവർ ഒരു കാലത്ത് രക്ഷപ്പെടാൻ പോകുന്നില്ല, ഉറപ്പാണ്. അത് ഞാൻ പലരോടും പറയാറുമുണ്ട്. എൻ്റെ കൂടെ വന്നിരുന്ന ഒരു സുഹൃത്തിന്, ഞാൻ പേര് പറയുന്നില്ല, അവന് ഇവിടെ വരുമ്പോൾ ലാപ്ടോപ്പിൻ്റെ ഓണാക്കണ സ്വിച്ച് എവിടെയാണെന്ന് അറിയില്ലാതെ വന്നവനാണ് ഇവിടെ. ഇപ്പം അവൻ റിയാക്റ്റിൽ 1 വർഷം എക്സ്പീരിയൻസ് ആവുന്നു. ഇവിടെ നിന്ന് നമ്മുടെ ബ്രോ ക്യാമ്പിൽ നിന്ന് പോയതാണ്. ശരി. പൈത്തൺ റിയാക്ട് പഠിച്ചിട്ട് റിയാക്റ്റിലാണ് ജോലി കിട്ടിയത്. അപ്പോൾ റിയാക്റ്റിൽ ചെയ്ത് 1 വർഷം ആവുന്നു. അങ്ങനത്തെ കഥാപാത്രങ്ങൾ വരെ ഉണ്ട്. പറഞ്ഞാൽ വിശ്വസിക്കില്ല ആരും. പുറമേ ഉള്ളവർ പിന്നെ അങ്ങനെ ഉണ്ടോ എന്ന് അതൊക്കെ ചുമ്മാ കളി പറയണമെന്ന് വിചാരിക്കും. പക്ഷെ അല്ല, അവന് ഇതിൻ്റെ ഓണാക്കണ സ്വിച്ച് എവിടെയെന്ന് അറിയില്ല, അതെ റൂംമേറ്റ്സിൻ്റെ അടുത്ത് പോയിട്ട് ഓണാക്കിയിട്ട് വന്നിട്ട് പണിയെടുത്ത ആൾക്കാരാണ്. അങ്ങനെയുണ്ട്. ആദ്യം സ്ട്രഗിൾ ഉണ്ട്. അത് സ്ട്രഗിൾ ഈസ് റിയൽ, അത് ഉറപ്പാണ്. ഉറപ്പായിട്ടും സ്ട്രഗിൾ ഉണ്ടാവും, പക്ഷെ നടക്കും. അതിൽ ഈ 2 ആഴ്ചയില് മോക്കിലൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്താ അവസ്ഥ? മോക്കിൽ കിട്ടിയിരുന്നു. 36 പേര് ആയിരുന്നു ഞങ്ങളുടെ ബാച്ചിൽ ഉണ്ടായിരുന്നത്. ഞാൻ 14ാമത്തെ ബാച്ചിലാണ് ജോയിൻ ചെയ്തത്. അതിനകത്ത്
7 പേരാണ് ഫസ്റ്റിൽ ക്ലിയർ ആയത്. അതിനകത്ത് ഒരാൾ ഞാനായിരുന്നു. ഓ, അപ്പോൾ ആദ്യം 100K ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വരുന്നതിന് മുന്നേ? ഞാൻ ആക്ച്വലി അതായത് നമ്മുടെ ഊപ്സ് ജാവയുടെ പാർട്ടാണ് ഡീപ്പായിട്ട് ചെയ്യാണ്ടിരുന്നത്. മറ്റേ ഇത് 100K ഫുള്ളായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സിയുടെ ഫുള്ള് ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ ആ ഒരു ബേസിക് ഐഡിയ അതാണ് ഞാൻ പറഞ്ഞത്. അതിനകത്തൊരു ഇൻട്രസ്റ്റ് തോന്നി എനിക്ക്. അസൈൻമെന്റ്സ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വലിയൊരു കാര്യം വെച്ചാൽ ഇവിടെ വരുന്ന ഫൊമിഗേഷൻ ഫെയിലാണ്. ഞാൻ പല ആൾക്കാരോടും ചോദിച്ചിട്ടുണ്ട്, ഇതിൽ എത്ര പേര് 100K കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ചോദിച്ചത്. അതിലൊരാൾ പോലും ഉണ്ടാവില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരാളുണ്ടാവും. അതായത് ചിലപ്പോൾ 50 പേരിൽ ഒരാളെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവുള്ളൂ. എന്നിട്ടാണ് അവർ പറയുന്നത് ഞങ്ങൾക്ക് ഇത് കിട്ടിയിട്ടില്ല. അതായത് ഒരു സീരീസ് ഫ്രീ ആയിട്ട് നമ്മൾ കൊടുത്തിട്ട് വീട്ടിലിരുന്ന് പഠിക്കാൻ സമയം ഉണ്ടായിട്ടൊന്നും ഇതൊന്നും ചെയ്ത് നോക്കിയിട്ടില്ല. അതിൽ അസൈൻമെന്റ്സ് പോട്ടെ, എക്സ്ട്രാ അസൈൻമെന്റ്സ് അപ്പോൾ പറയണത് നമ്മൾ ഇത് വീട്ടിൽ നിന്ന് ചെയ്തിട്ടാവുന്നത്. അതിന്റെ ബേസിക് ഒരു 7 വീഡിയോയിലും മിനിമം തീർത്ത ആൾക്കാരായിരിക്കില്ല. 5-6 വീഡിയോ പേരിന് ഇവിടെ അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് കംപ്ലീറ്റ് മാത്രം വന്നിരിക്കുന്നത്. ഞാൻ എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട് പലരും. എൻ്റെ പിക്ക് ഇട്ടതിന് ശേഷം, നമ്മുടെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ഇട്ടതിന് ശേഷം. അപ്പോൾ അവർ പലരും പല രീതിയിൽ ചോദിക്കുന്നവരുണ്ട് അതിനകത്ത്. പക്ഷേ ഞാൻ എല്ലാവരോടും ബേസിക് ആയിട്ട് പറയുന്ന കാര്യം 100K തുടങ്ങുക. 100K നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ സംസാരിക്കാം, അടുത്ത ദിവസത്തിൽ സംസാരിക്കാം. ഇല്ല എന്നുണ്ടെങ്കിൽ സംസാരിക്കുന്നതിൽ കാര്യമില്ല. അത് കണ്ടിട്ട് മനസ്സിലാവാത്തവൻ പിന്നെ ഈ വഴിക്ക് വരണ്ടെന്ന് തന്നെ ഞാൻ പറയുള്ളൂ. 5ാം ക്ലാസ്സിലെ കുട്ടിക്ക് പോലും അത് കണ്ടാൽ മനസ്സിലാവുന്ന രീതിയിലാണ് 100K ചെയ്തിട്ടുള്ളത്. അതേ ഞാൻ പറയുള്ളൂ, ഉറപ്പായിട്ടും അങ്ങനെ പറയുള്ളൂ. 5ാം ക്ലാസ്സിലെ കുട്ടിയെ കാണിച്ചാൽ പറയും ഞാൻ എനിക്ക് കോഡിങ് അറിയാൻ ചെയ്യാൻ പറ്റുമെന്ന് പറയും. അത്രയ്ക്ക് സിമ്പിളാണ് 100K. അതുകൊണ്ട് ഞാൻ തുറപ്പിച്ചിട്ടാന്ന് നേരത്തെ പറഞ്ഞത്. സോ അത്രയും സിമ്പിളായിട്ട് ഉള്ള സാധനം അത് പ്ലസ് അപ്പം അത് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞവരോടാണെങ്കിൽ ഞാൻ അപ്പോൾ അതിനകത്ത് എക്സ്ട്രാ അസൈൻമെന്റ്സ് ഉണ്ട്, അത് വർക്കൗട്ട് ചെയ്തോ എന്ന് ഞാൻ എടുത്ത് ചോദിക്കും. അപ്പോൾ മിക്കവാറും പേരും അത് ഒരു പക്ഷേ കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ അത് വർക്കൗട്ട് ചെയ്യേ. അതും വർക്കൗട്ട് ചെയ്തവരാണെന്നുണ്ടെങ്കിൽ എന്നാൽ പിന്നെ കുറച്ച് പാറ്റേൺസിൻ്റെ പ്രോബ്ലംസ് നിങ്ങൾ നെറ്റിൽ നിന്നാണെങ്കിൽ സെർച്ച് ചെയ്തിട്ട് വർക്കൗട്ട് ചെയ്യുക. ഇല്ല ഞാനാണെങ്കിലും ഇപ്പോൾ നെറ്റിൽ അവൈലബിൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് പാറ്റേൺസിൻ്റെ പ്രോബ്ലംസ് കൊടുക്കും. ഓക്കെ, ഇത് നിങ്ങൾ വർക്കൗട്ട് ചെയ്യും. എന്നിട്ട് അതൊക്കെ വർക്കൗട്ട് ആവുന്നുണ്ടെങ്കിൽ യു ക്യാൻ ഡെഫിനറ്റ്ലി ഗോ. അതിൽ അങ്ങനെ പിന്നെ എല്ലാവർക്കും ഫ്യൂമിഗേഷനെ കുറിച്ചൊരു പേടി പൊതുവേ ഉണ്ട്. പുറമേ നിന്നുള്ള ആൾക്കാർക്കും നല്ലപോലെ പേടിയുണ്ട് ഫ്യൂമിഗേഷൻ. എനിക്കുണ്ടായിരുന്നു കേട്ടോ, ഞാൻ അത് ഓപ്പണായിട്ട് പറയണമല്ലോ. എനിക്കും ഫ്യൂമിഗേഷൻ ഇത് ഇത്രയധികം ടഫാണെന്ന് അന്നൊക്കെ നമുക്ക് ഇത്രയും പ്രൊമോഷൻസോ അല്ലെങ്കിൽ നമ്മൾ ഇത്ര ഇതില്ല. ഞാനിവിടെ കൊച്ചിയിൽ വന്നപ്പോഴാണ് നമ്മുടെ ഹർഷാദിൻ്റെ, ഞാൻ ജോയിൻ ചെയ്തതിന് ശേഷമാണ് ഹർഷാദിൻ്റെ പ്രൊമോ ആദ്യം പോയത്. നമ്മുടെ അവൻ ജോലി കിട്ടിയിട്ട് ഷോർട്സ് ആദ്യം പോകുന്ന അന്നേരമാണ്. അത്രയും പോലും നമ്മൾ പ്രൊമോ ഇല്ലാത്ത സമയത്താണ് വരുന്നത്. പക്ഷെ അന്നേരവും ഈ പറയുന്ന ലൈവ് വീഡിയോസിലാണെങ്കിലും റിയാക്ടിൻ്റെ വീഡിയോ സീരീസിലാണെങ്കിലും പറയുന്നുണ്ട് ഇവിടെ ഇങ്ങനെയല്ല, നിങ്ങൾ വിചാരിക്കുന്ന പോലെയൊന്നും നല്ല ടഫാണ്, നമ്മൾ ഒരിക്കലും ഈസിയാണെന്ന് ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല. അത് അപ്പോൾ അത് ആ ഒരു പേടി കൊണ്ട് തന്നെയാണ് വരുന്നത്. പക്ഷേ ഇവിടെ വന്ന് ഈ പറഞ്ഞതുപോലെ വർക്കൗട്ട് ആ പറഞ്ഞ 100K കഴിഞ്ഞ് വന്ന് ഈ വർക്കൗട്ട് ചെയ്തപ്പോൾ ഇത് പറ്റും. ഇതാരെ കൊണ്ടായാലും നമ്മളെ കൊണ്ടായാലും എന്നെ പോലെ തന്നെ ഇത്രയും ഗ്യാപ്പ് കഴിഞ്ഞ് പഠിക്കുന്ന തലച്ചോറ് വർക്ക് ചെയ്യാതിരുന്ന, അതായത് ഈ പഠിച്ച് കണ്ടിന്യൂസ് വരുന്ന ആൾക്കാർക്ക് കുറേ കൂടെ ഈസി ആയിട്ട് പഠിക്കാനുള്ള മൈൻഡ് ഉണ്ടാവും. അത് ഈ വർക്ക് ചെയ്തിട്ട് ജോലി ചെയ്തിട്ട് ഇപ്പുറത്തേക്ക് പഠിക്കുക എന്ന് പറയുന്നത് ഇത്തിരി ബുദ്ധിമുട്ടാണ്. പഠിക്കുന്ന മൂഡ് എസ്പെഷ്യലി ഫാമിലി ആയി കഴിഞ്ഞാൽ പിന്നെ എന്നെ കൊണ്ട് നടക്കൂല. അതെ, നമ്മള് ജോലി ചെയ്തിട്ട് ശമ്പളം കിട്ടുക, എക്സ്പെൻസസ് നടക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ പഠിക്കുക എന്നുള്ളൊരു ഭാഗം പൊതുവെ നമ്മൾ ചെയ്യില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ നിന്നാണ് ഞാൻ വരുന്നത്. അപ്പോൾ ഇതെല്ലാം എനിക്കൊരു പേടിയായിരുന്നു, ഇവിടെ വരുമ്പോൾ എങ്ങനെ ഉണ്ടാവും, എങ്ങനെ നമ്മൾ ഹാൻഡിൽ ചെയ്യും എന്നുള്ളതല്ല. ഇതിൽ ഇപ്പോൾ കോണ്ടാക്ട് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ടെന്ന് പറഞ്ഞല്ലോ. അതായത് ഇപ്പോൾ ഓൾറെഡി നമ്മൾ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ലിങ്ക്ഡിൻ പോസ്റ്റൊക്കെ കണ്ടിട്ട് ബ്രോ ക്യാമ്പിലോട്ട് വരാൻ വിചാരിക്കുന്ന ആൾക്കാർ, അതിൽ പല കാറ്റഗറി പറഞ്ഞല്ലോ. അതായത് ചില ആൾക്കാർ വരാൻ ഭയങ്കരമായിട്ട് റെഡി ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും, ചില ആൾക്കാർ ഇങ്ങനെ അങ്ങോട്ടോ ഇങ്ങോട്ടോ ചാടാൻ റെഡി ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും. അതിൽ മൂന്നാമതൊരു കാറ്റഗറി ഉണ്ട്, അതായത് ഇതൊന്നും പറഞ്ഞാൽ വിശ്വസിക്കാത്ത ആൾക്കാർ. അതിപ്പോൾ നിങ്ങളെ പോസ്റ്റൊക്കെ കണ്ട് പലപ്പോഴും എന്ന് പറഞ്ഞിട്ടുണ്ട് 10 LPA 34ാമത്തെ വയസ്സിൽ ഇത് വിശ്വസിക്കാൻ പറ്റൂല ആൾക്കാർക്ക്. അതൊരു ട്രസ്റ്റബിൾ അല്ലാത്തൊരു കാര്യമായിട്ടാണ് പലരും സിമ്പിളായിട്ട് പറയണത്. ഇത്രയും നമ്മൾ കാണിച്ചിട്ടും വീഡിയോയിലൂടെ ആൾക്കാരെ കാണിച്ചിട്ടും പോസ്റ്റ് കാണിച്ചിട്ടും ഈവൻ ലിങ്ക്ഡിനിലൊക്കെ ടാഗ് ചെയ്ത് കാണിച്ചിട്ടും ഒന്നും നമുക്ക് ആൾക്കാർ ട്രസ്റ്റബിൾ അല്ല. അങ്ങനത്തെ ആൾക്കാരൊക്കെ ഇപ്പോഴും വരാറില്ലേ? തീർച്ചയായിട്ടും വരാറുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ 3 കാറ്റഗറി ആൾക്കാരാണ് വരുന്നത്. ഒരാൾക്കാർ എങ്ങനെയെങ്കിലും എനിക്ക് രക്ഷപ്പെടണം, അടുത്തത് ഒരു ഓപ്ഷൻ. അപ്പോൾ ഇത് കണ്ടു, ഇത് നിങ്ങൾ പറയുന്നത് ശരിയാണോ ഇല്ലയോ, ഒരു ജസ്റ്റ് ഒരു പുഷ് കിട്ടിയാൽ മതി എന്നുള്ള ആൾക്കാർ. അങ്ങനെയുള്ളവരെ ഞാൻ നല്ല രീതിയിൽ ബൂസ്റ്റ് ചെയ്യും. ഓക്കെ, അവർ രക്ഷപ്പെടും, നമുക്ക് അവരുടെ ആറ്റിറ്റ്യൂഡ് കാണുമ്പോൾ അറിയാം അവർക്ക് രക്ഷപ്പെടാൻ ആഗ്രഹമുണ്ട്. രണ്ടാമത്തെ ഒരു കാറ്റഗറി ഈ പറഞ്ഞതുപോലെ വേണോ വേണ്ടയോ, ചെയ്താൽ ശരിയാവോ ഇല്ലയോ, അതോ വേറെ എന്തെങ്കിലും നോക്കണോ, അവരെയും ഞാൻ നല്ല രീതിയിൽ മോട്ടിവേറ്റ് ചെയ്യും. ഈ മൂന്നാമത് പറഞ്ഞ ആൾക്കാരോട് നമുക്ക് അവരുടെ ഫീഡ്ബാക്ക് കിട്ടുമ്പോഴേ അറിയാം. അവർ ചോദിക്കുന്നത് ഇങ്ങനെയാണ്,
അവിടെ പോയാൽ അവിടെ ഇത്രയും ഫീസ് കൊടുക്കണു, അവിടെ ഒന്നും പഠിപ്പിക്കുന്നില്ല. അപ്പോൾ നമ്മൾ അവിടെ കൊടുക്കുന്നതിൽ വല്ല കാര്യമുണ്ട്, നമ്മൾ വീട്ടിലിരുന്നൊരു യൂട്യൂബ് നോക്കിയിട്ടൊക്കെ പഠിച്ചാൽ പോരെ. പറഞ്ഞു അതല്ലടോ, അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ഉൾപ്പെടെ വലിയൊരു പാക്കേജാണ് അവിടെ. നിങ്ങൾ 6 മാസം കൊണ്ട് നിങ്ങളുടെ ടോട്ടൽ പേഴ്സണാലിറ്റി മാറും. ഒരു പ്രാവശ്യം പറഞ്ഞു കൊടുക്കും, അത് കഴിഞ്ഞ് അടുത്ത മെസ്സേജ് പറഞ്ഞാൽ വീണ്ടും തന്നെ വരും. എന്നാലും ഇത്രയും പൈസ കൊടുക്കണോ, തന്നെ പഠിച്ചാൽ പോരെ. ഞാൻ അവിടെ സ്റ്റോപ്പ് ചെയ്യും. പിന്നെ ഒരു അവന് ഞാൻ റിപ്ലൈ കൊടുക്കുകയില്ല. എന്ന് വെച്ചാൽ അയക്കാറില്ല പൊതുവെ, കാരണം ഞാൻ പ്രൊമോട്ട് ചെയ്യണ പോലെ അവർക്ക് ഫീൽ ചെയ്യാം. എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട് ഞാൻ ബ്രോ ക്യാമ്പിൻ്റെ മറ്റേ പ്രൊമോട്ടറായിട്ട് അത്രയും ചെയ്ത്. കാരണം ഞാൻ എൻ്റെ ലൈഫിൽ അത്രത്തോളം ഒരു വലിയ വ്യത്യാസം വന്നതുകൊണ്ടാണ് ഞാൻ പറയണത്. അല്ലെങ്കിൽ ഇപ്പോൾ എനിക്ക് പറയേണ്ട ആവശ്യമൊന്നുമില്ല. അത്രയധികം വ്യത്യാസം എനിക്ക് എൻ്റെ കരിയറിൽ ഇനി ഫ്യൂച്ചറിലാണെങ്കിലും ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ആ ഒരു ആക്ച്വലി ഒരു ജംപ് സ്റ്റാർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇത് ബ്രോ ക്യാമ്പ് എത്രത്തോളം ഉപകരിച്ചിട്ടുണ്ടെന്നുള്ളത് എനിക്ക് നല്ലപോലെ അറിയാം. അതുകൊണ്ടാണ് ഞാനതിനെ പ്രൊമോട്ട് ചെയ്യുന്നത്. ഇപ്പം നിറയെ പേരെന്നെ കോൺടാക്ട് ചെയ്തവർ, ഇൻട്രസ്റ്റ് ഉള്ളവരെല്ലാം തന്നെ കുറച്ച് ഈ പാതി മൈൻഡിൽ ഇരുന്നവരെല്ലാവരും ഞാൻ ഇവിടെ ചാടിച്ചിട്ടുണ്ട്. പലരും വന്നിട്ടുണ്ട്, ഈ വീഡിയോ ഉണ്ടോ പലരും അത് മനസ്സിലാക്കുകയും ചെയ്യും. ഞാൻ എന്നെ കണ്ടിട്ടില്ല ഒരിക്കലും. വോയിസ് അയച്ചവരോ മെസ്സേജ് അയച്ചവരോ ഇങ്ങനെ താല്പര്യമുള്ളവരോ ആരെയും ഞാൻ നിരാശരാക്കിയിട്ടില്ല. എല്ലാവരെയും ഞാൻ മാക്സിമം പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. വളരെ കുറച്ച് പേര് മാത്രം വീട്ടിലെ സാഹചര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാൻ പറ്റില്ല എന്നുള്ള കാരണങ്ങൾ കൊണ്ട് മാത്രം പറഞ്ഞവരോട്, അല്ലാതെ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുക, പക്ഷെ എന്നാലും ബ്രോ ക്യാമ്പിൽ പറ്റുമെങ്കിൽ പോയിക്കോ എന്ന് ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ ആ വ്യത്യാസമുണ്ട്. ഇതിൽ വേറൊരു കാര്യം ഞാൻ നോട്ട് ചെയ്തെന്ന് വെച്ചാൽ, ഇപ്പോൾ അതായത് നിങ്ങളിവിടെ പഠിച്ചത് പൈത്തൺ ജാങ്കോ ആയിരുന്നെങ്കിൽ വർക്ക് ചെയ്യണ വേറൊരു സംഭവമാണ്. അപ്പോൾ സാധാരണ എന്താ വെച്ചാൽ നമ്മൾ സെൽഫ് ലേണിംഗ് പറഞ്ഞൊരു കപ്പാസിറ്റി തന്നെ ഇതാണ്. അതായത് ഒരു സാധനം സ്വന്തമായിട്ട് പഠിച്ച് ഒരു റിസ്ക് എടുത്ത് പഠിച്ചാലുള്ള കപ്പാസിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും ചാടാനുള്ള ധൈര്യവും അത് ഏറ്റെടുത്ത് ഏത് റിസ്ക് എടുത്തിട്ട് ചെയ്യാനുള്ള മെൻറ്റാലിറ്റി വരിക എന്നുള്ളത് ശരിക്കും ഇവിടുന്ന് കിട്ടുന്ന ആ മെൻറ്റാലിറ്റി പവറാണ്. ആ ഒരു മെൻ്റലി അങ്ങനെ ഒരു ചേഞ്ച് കൊണ്ടുവരുന്നത്. ഇപ്പോൾ വർക്ക് ചെയ്യണത് ശരിക്കും വേറെ ഫീൽഡല്ലേ? ഞാൻ പഠിച്ചത് ഇവിടെ ചെയ്തത് ഫുൾ സ്റ്റാക്ക് ആണ്. പൈത്തൺ ജാങ്കോ പ്ലസ് റിയാക്ട്, അതാണ് കോമ്പിനേഷൻ ചെയ്തത്. അപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്നത് പ്യുവർ ബാക്ക് എൻഡ് ആണ്. ഫാസ്റ്റ് API എന്ന് പറഞ്ഞിട്ട് വേറൊരു ഫ്രെയിംവർക്കാണ്. അതും ജാങ്കോ ഇതുമായിട്ടൊരു ബന്ധമില്ല. ബേസിക്കലി പറഞ്ഞതുപോലെ നമ്മൾ സാറൊക്കെ പല വീഡിയോയിലും പറഞ്ഞതുപോലെ നമ്മൾ ഒരു ലാംഗ്വേജ് പഠിച്ചാൽ മനസ്സിലാവും എല്ലാം ഇത് ഒരുപോലെ തന്നെ വർക്ക് ചെയ്യണേ. മേ ബി സിൻടാക്സ് മാത്രമേ ഉള്ളൂ വ്യത്യാസം. ഇതിൻ്റെ ഒരു എത്രത്തോളം ഈ പൈത്തൺ എന്ന് പറയുന്ന ലാംഗ്വേജിന് നമുക്ക് എത്രത്തോളം ഗ്രിപ്പുണ്ടോ അത്രത്തോളം നമുക്ക് ഈസി ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. ഒരു കാര്യം നമുക്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ സെർച്ച് ചെയ്താൽ കിട്ടും. ഇത് കിട്ടാത്തതാനൊന്നുമല്ല ഒരിക്കലും. അത് എവിടെയെങ്കിലും കിട്ടും. ചിലപ്പോൾ സെർച്ച് ചെയ്യാൻ ചിലപ്പോൾ ഒരു ദിവസം കൊണ്ട് കിട്ടിയെന്ന് വരുന്നൊന്നുമില്ല. ഒരു ദിവസം 2 ദിവസം 3 ദിവസമൊക്കെ എടുത്തുന്നിരിക്കും. ചിലപ്പോൾ ഒരു കുത്തോ ഇടേണ്ട ആവശ്യം ഉണ്ടാവുള്ളൂ. എന്നാലും പക്ഷേ ഇതെല്ലാം ചെയ്യാൻ പറ്റും, നമ്മളെ കൊണ്ട് കിട്ടും. ഫ്രസ്ട്രേറ്റഡ് ആവുന്ന അവസ്ഥ, ഇതൊന്നും കിട്ടാതെ നിരാശപ്പെടുന്ന അവസ്ഥ, നമ്മളെ തന്നെ ഡൗട്ട് ചെയ്യുന്ന അവസ്ഥ, ഇതെല്ലാം ഇതിൻ്റെ ഒരു പ്രോസസ്സിൻ്റെ ഭാഗമാണ്. ഉറപ്പായിട്ടും ഉണ്ടാവും. എല്ലാം ടെക്ക് ചെയ്ത് കഴിഞ്ഞ് പോയെന്നെ വേണം, തീർച്ചയായിട്ടും വേണം. എന്നാലേ നമുക്ക് ആ ഒരു ധൈര്യം വരുള്ളൂ. ബ്രോ ക്യാമ്പിൽ വരുമ്പോൾ ഈ ഫ്യൂമിഗേഷൻ കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ഒരു 2 മാസം എന്ന് പറയുന്നതാണ് ശരിക്ക് ടഫായിട്ടുള്ള സമയം. ആ ഒരു 2 മാസം കഴിഞ്ഞ് കിട്ടിക്കഴിഞ്ഞാൽ അവൻ രക്ഷപ്പെട്ടു. പലരും ഞാൻ മുഖം നോക്കുമ്പോഴേ ഈ ഫുമിഗേഷൻ കഴിഞ്ഞ 1-2 വീക്കുള്ള ആൾക്കാരെ കാണുമ്പോൾ ഒരു ചിരിയൊക്കെ ഒന്ന് മങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ 3 മാസം കഴിഞ്ഞ ആൾക്കാരെ ബാച്ചിലോട്ട് പോവുകയാണെങ്കിൽ അവർക്ക് ഭയങ്കര പ്ലസന്റ് ചിരിയായിരിക്കും. അതായത് ആ ഒരു സാധനം ഉണ്ടല്ലോ, കിട്ടിയപ്പോൾ ഉള്ളൊരു ചിരിയും പേടിച്ചിട്ടുള്ള ഒരു ടെൻഷനും ഉണ്ട്. അത് നല്ലതായിട്ട് ഞങ്ങൾക്ക് പ്രോഗ്രാമിലോട്ട് പോകുമ്പോൾ മനസ്സിലാവാറുണ്ട് പിള്ളേരെ വാച്ച് ചെയ്യുമ്പോൾ. ഇപ്പോഴും ഈ പുറമേ നിൽക്കുന്നവർക്ക് ഫ്യൂമിഗേഷനാണ് ഭയങ്കര സംഭവം എന്നാണ് വിചാരം. അല്ല മക്കളെ, അതിലും വലുത് വരാണ്ട്. ഫ്യൂമിഗേഷൻ എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. അത് പാസ്സായി കഴിയുമ്പോൾ മനസ്സിലാവും അത് വളരെ സിമ്പിളായിരുന്നു എന്ന്. അത് കഴിയുമ്പോൾ ഉള്ള 1.5-2 മാസം എന്ന് പറയുന്നത് ഭയങ്കര ടഫായിട്ടുള്ള, അതായത് നമ്മൾ നിർത്തിപ്പോവാം, ഇത് എന്നെ കൊണ്ട് പറ്റുന്ന പരിപാടി അല്ല എന്ന് ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്യുന്ന സംഭവമാണ്. ഞാൻ തന്നെ എനിക്ക് അനഘയായിരുന്നു ഇവിടെ അഡ്വൈസറായിട്ടുണ്ടായിരുന്നത്. ഞാൻ അനഘയോട് പോയിട്ട് പറഞ്ഞിട്ടുണ്ട്, നടക്കുമെന്ന് തോന്നുന്നില്ല, ഒന്നും മനസ്സിലാവണില്ല എന്ന് പറഞ്ഞപ്പോൾ അനഘ പറഞ്ഞതേ ഉള്ളൂ, ഓക്കെ ടേക്ക് യുവർ ടൈം, പഠിക്ക്, ശ്രമിക്ക്, ഇതിങ്ങനെ എല്ലാവരും നോക്ക്. അപ്പം ഞാനാണെങ്കിലും ഫ്യൂമിഗേഷൻ പാസ്സാവോ ഇല്ലയോ എന്നുള്ളതാണ് ആദ്യത്തെ എൻ്റെ കടമ്പാന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതിനുശേഷമുള്ളൊരു കാര്യത്തെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല. മേൺ വേണോ പൈത്തൺ വേണോ എന്താ അങ്ങനെയുള്ളൊരു സംഭവം ചിന്തയേ ഇല്ല. അപ്പോൾ ഫ്യൂമിഗേഷൻ കഴിഞ്ഞപ്പോൾ പിന്നെ സ്റ്റക്കായി, ഇനി എന്ത് ചെയ്യും, ഏതെടുക്കും. അപ്പോൾ ഞങ്ങളുടെ ബാച്ചിലാണെങ്കിൽ എല്ലാവരും മേൺ എടുത്തിട്ട് 2 പേര്, ഞാനും പിന്നെ വേറൊരു പയ്യനും മാത്രമാണ് പിന്നെ പൈത്തൺ എടുത്തത്. അപ്പോഴും ഒരു ഡൗട്ട്, അപ്പോൾ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ചോദിക്കാനുള്ളൊരു ബുദ്ധിമുട്ട്, ആരെങ്കിലും സംശയം ചോദിക്കാൻ പറ്റില്ലല്ലോ എന്നുള്ള ഒരു പ്രശ്നങ്ങൾ അങ്ങനെ.
പിന്നെ സീനിയേഴ്സ് ആണെങ്കിലും അവർ എല്ലാവരുടെ അടുത്ത് എന്തെങ്കിലും ചോദിച്ചാലും അന്ന് എന്തായാലും നിങ്ങളത് നോക്കി കണ്ടുപിടിക്കാൻ പറ്റും എന്നല്ലാതെ ഒരു അക്ഷരം അവർ പറഞ്ഞിട്ടില്ല. അല്ല, അത് സത്യം പറഞ്ഞാൽ നമുക്കതിൻ്റെ ഒരു പ്ലസ് കിട്ടുക ഒരു 3 മാസം 4 മാസം കഴിയുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ തന്നെ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. നമ്മുടെ ആത്മവിശ്വാസം, സെൽഫ് എസ്റ്റീം എല്ലാം ബിൽഡ് ചെയ്യുന്നതിൻ്റെ ഒരു പാർട്ടാണത്. അപ്പോൾ അത് അപ്പോൾ മനസ്സിലാവില്ല. അപ്പോൾ നമ്മൾ എങ്ങനെയെങ്കിലും, അതായത് ഈ പ്രഷർ ഒരു സൈഡിൽ നിന്ന് വരണു, എങ്ങനെയെങ്കിലും ഈ ഒരാഴ്ചക്കുള്ളിൽ സാധനം കൊടുക്കണം, അത് വരുമ്പോൾ എങ്ങനെയെങ്കിലും ഒരു സാധനം കിട്ടിയാൽ മതി, ഒന്ന് കാണിച്ചു തന്നു കഴിഞ്ഞാൽ കഴിഞ്ഞല്ലോ എന്നാണ് അന്നേരത്തെ മെന്റാലിറ്റി. കഴിഞ്ഞ ദിവസം റിവ്യൂവർ ആയിട്ടുള്ള നമ്മളെ റിയാസ് റിവ്യൂവറാണ് ഇപ്പോൾ പുതിയതിലെ. അപ്പോൾ നല്ല റിവ്യൂവറാണ്. അപ്പോൾ ആള് കഴിഞ്ഞ ദിവസം ബ്രോ സ്പീക്കർ ഇവന്റിൽ വന്ന സമയത്ത് ഇങ്ങനെ സംസാരിച്ചപ്പോൾ പറഞ്ഞു, ആളെന്നെ ഒരു സ്പീച്ചിൽ പറയാണ്, ഒരു വീക്കിൽ കൊടുക്കുന്ന ടാസ്ക് കണ്ടിട്ട്, അവർ റിവ്യൂ ചെയ്യുന്ന ആളാണ്, ടാസ്ക് കണ്ടിട്ട് പേടിയാവുന്നത്, ഇതെല്ലാം കൂടി ഇങ്ങനെ ഒരു വീക്ക് കൊണ്ട് ഇവർ പഠിക്കുമെന്നുള്ളതാണ്. പക്ഷെ 1 വീക്ക് കഴിയുമ്പോൾ ഇവരെല്ലാം പഠിച്ചിട്ട് വരുമ്പോഴുള്ള ഇത് കാണുമ്പോൾ ശരിക്കും ഞെട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അത്രയും ടൈറ്റ് ഷെഡ്യൂളാണ് നമുക്ക് ഏകദേശം 2-3 മാസം കിട്ടുന്നത്. ഞാൻ അതായത് നമ്മളിവിടെ ഈ 6 മാസം കൊണ്ട് ചെയ്തിട്ട് പുറത്ത് ഇറങ്ങുമ്പോൾ അതിൻ്റെ വ്യത്യാസം എനിക്ക് ഫീൽ ചെയ്തത്, അവിടെ എൻ്റെ കമ്പനിയിൽ ഞാൻ ചെല്ലുമ്പോൾ 5 വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരു പൈത്തൺ ഡെവലപ്പർ അവിടെ ഉണ്ട്. അവനാണ് എൻ്റെ കൂടെ ഉള്ളത്. പക്ഷെ അവൻ അറിയുന്നതിനേക്കാൾ എത്രയോ ഇരട്ടി എനിക്ക് നോളജ് ഉണ്ട് അവിടെ. വളരെ വൈഡായിട്ടുള്ള നോളജ്. അവിടെ ഞാൻ ആദ്യമൊന്നും ഞാനിങ്ങനെ ഫ്രഷറാണെന്നുള്ള, അതായത് 6 മാസത്തെ എക്സ്പീരിയൻസ് ഉള്ളൂ എന്നുള്ളതൊന്നും ആരോടും ഞാൻ പറഞ്ഞിട്ടില്ല. എനിക്ക് ഓപ്പർച്യൂണിറ്റി തന്ന കൺട്രി കിട്ടുന്ന മാത്രമേ അറിയുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇവർക്ക് ആർക്കും അറിയില്ല. അവരുടെ എല്ലാം ഫീല് ഞാൻ 3 or 4+ years ഓഫ് എക്സ്പീരിയൻസ് ഉള്ള ആളാണെന്നായിരുന്നു. അപ്പോൾ പിന്നെ എൻ്റെ ഏജും അതിനകത്തൊരു ഹെൽപ്പിംഗ് ഫാക്ടർ ആയിരുന്നു എനിക്ക്. ഞാൻ പറയാൻ പോയിട്ടില്ല, പക്ഷേ ഞാനത് മനസ്സിലാക്കിയൊരു സംഭവമാണ്. നമ്മുടെ ഇവിടെ കിട്ടുന്ന അത്ര എക്സ്പോഷർ, ഒരു വൈഡ് നോളജ് അത് വേറെ എവിടെയും കിട്ടുന്നില്ല. സെൽഫ് സ്റ്റഡി ചെയ്യുന്ന ആൾക്ക് എന്തായാലും കിട്ടില്ല. തന്നെ വീട്ടിൽ നിന്ന് ചെയ്യുന്ന ആൾക്ക് ഇവിടുത്തെ ഒരു സപ്പോർട്ടും ആ ഒരു ഫീഡ്ബാക്ക് മെക്കാനിസവും, ഇപ്പോൾ മറ്റേ റിവ്യൂവേഴ്സ് ആണെങ്കിലും അവരാണെങ്കിലും ഇമ്പ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങളും പറഞ്ഞു തരുന്നുണ്ട്. ഇന്ന സ്ഥലത്ത് കുറച്ചും കൂടെ നിങ്ങൾക്ക് ചെയ്യേണ്ടതുണ്ട് എന്നുള്ള രീതിയിൽ. അപ്പോൾ ആ ഒരു വ്യത്യാസം നമുക്ക് നമ്മളുടെ പേഴ്സണാലിറ്റിയിലും നമ്മുടെ പ്രൊഫഷണൽ നോളജിലും ശരിക്കും വ്യത്യാസം അറിയാനുണ്ട്. അതിൻ്റെ ഇതിൽ ഈ 3 മാസം കഴിഞ്ഞ് കിട്ടിയ കാര്യം പറഞ്ഞല്ലോ, പലരും അപ്പോൾ എന്താ പറയുക, ട്വിറ്ററിനാണെങ്കിലും തോന്നുന്ന ഒരു കാര്യമാണ് 3 മാസം കഴിഞ്ഞും ആക്സിഡൻറ്റ് പറ്റി. അപ്പോൾ എന്തായാലും സാധാരണ ഇവിടെ ബ്രോ ക്യാമ്പിൽ കൂടുതൽ ആൾക്കാർ ചെയ്യണം വെച്ചാൽ 3 മാസം 4 മാസം ഇങ്ങനെ എന്തെങ്കിലും ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് വരാറില്ല. വളരെ റയറാണ് തിരിച്ചു വരുന്നത്. കൂടുതൽ ആൾക്കാരും അത് കഴിഞ്ഞ് അങ്ങ് പോയി വേറെ ജോബ് കിട്ടുന്നുള്ള ഒരു ഉറപ്പായി. ഒരു 25,000-30,000 രൂപീസിനുള്ള ജോബ് കിട്ടുന്ന ഉറപ്പായി. അപ്പോൾ പിന്നെ അത് വെച്ചിട്ട് പോവാറാണ്. പിന്നെ തിരിച്ചു വരാനുള്ള മെൻറ്റാലിറ്റി എവിടെ നിന്നാണ് വന്നത്? അതിൽ ഒരു ബേസിക് ഫയറിൻ്റെ നമ്മൾ പറയുന്ന ബേൺ ദ ബോട്ട് സംഭവം എനിക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഒരു വാസ്തവം. എനിക്ക് പേഴ്സണലി എനിക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഒരു ജോബ് നല്ലത് വേണം എന്നുള്ളൊരു സംഭവം എനിക്കുണ്ടായിരുന്നു. ബേൺ ദ ബോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 3 ദിവസം വർക്ക്ഷോപ്പിൽ കൊടുക്കുന്ന ഒരു മോഡ്യൂളാണ്. അതിപ്പോൾ മനസ്സിലാവുക ബ്രോ ക്യാമ്പിൽ വരുന്നവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. അതെ, അത് ആ വർക്ക്ഷോപ്പ് തന്നെ സത്യം പറഞ്ഞാൽ 10-11 വർഷം കൊണ്ട് ഞാൻ മനസ്സിലാക്കിയ സംഭവം ഇവർക്ക് 3 ദിവസം കൊണ്ട് കിട്ടുകയാണ്. എത്രത്തോളം അവർക്ക് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ വന്ന സമയത്ത് നമ്മൾ ലൈവായിരുന്നു. ഇപ്പോൾ വീഡിയോ ആണെന്ന് ഞാൻ മനസ്സിലാക്കി. അപ്പോൾ ലൈവ് ആയിരിക്കുമ്പോൾ അതിന് കിട്ടുന്ന ഇമ്പാക്റ്റ് തന്നെ വേറെയാണ്. അപ്പോൾ നിങ്ങൾ പറയുന്നതൊക്കെ 100% എനിക്ക് ശരിയാണ്. അതിനകത്തൊന്നും കളയാനില്ല. ഞാൻ രണ്ടുപേരും ക്ലാസ് എടുക്കുന്ന സമയത്തില്ല. അപ്പോൾ അതെന്ന് പറയുന്നത് അത്ര എന്ന് വെച്ചാൽ അതിനകത്ത് നമ്മൾ ലൈഫ് പഠിപ്പിച്ച ലെസൺസ് ആണ് അതെല്ലാം എനിക്കുണ്ടായിരുന്നത്. ആ ഒരു 11 വർഷം കൊണ്ട് അതാ ഞങ്ങൾ എപ്പോഴും പറയണ്ടേ, പ്രായമുള്ള ആൾക്കാർക്ക് കുറച്ചുകൂടി മനസ്സിലാവുന്നത്. 11 വർഷം കൊണ്ട്, അതായത് പൈസ എന്ന് പറയുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നാണല്ലോ നമ്മളെ ബേസിക്കലി അതിനോടുള്ളൊരു മെൻറ്റാലിറ്റി മൈൻഡ് സെറ്റ് മാറ്റിയെടുക്കുക എന്നുള്ളതും ഒരു ഫാക്ട് ഇതാണല്ലോ അതിനകത്ത്. ഇതുപോലെ എനിക്ക് ഫിനാൻഷ്യലി എനിക്കുള്ള ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് നല്ലൊരു സാലറി എന്ന് പറയുന്നത് എനിക്ക് വേണ്ടുന്നൊരു സംഭവമായിരുന്നു. അപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ അവിടെ കിട്ടുന്ന അതേ സാലറി ഇവിടെ കിട്ടിയിട്ട് എനിക്ക് കാര്യമില്ല. എനിക്ക് മുന്നോട്ട് പോവില്ല, ലയബിലിറ്റീസ് നിറച്ചുണ്ട്. അപ്പോൾ അതിനേക്കാൾ നല്ല ഉയർന്നൊരു സാലറി എനിക്ക് വേണം എന്നുള്ളത് എൻ്റെ ഒരു അത്യാവശ്യമായിരുന്നു. അപ്പോൾ അതും ഒരു ഫാക്ടറാണ് ഇത് തിരിച്ചു വരാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് തന്നെ നമ്മൾ എത്രത്തോളം പഠിച്ചു എന്നുള്ളൊരു ഇതിനെക്കുറിച്ച് എനിക്കൊരു ധാരണ ഉണ്ടായിരുന്നു. കുറച്ചും കൂടെ നന്നായിട്ട് പഠിക്കാനുണ്ട്. ഈ അടുത്തൊരു അന്ന് ഞാൻ ഫസ്റ്റ് എനിക്ക് ആക്സിഡൻറ്റ് പറ്റുന്ന സമയത്ത് പൈത്തൺ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. റിയാക്ട് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല. റിയാക്ട് പഠിക്കേണ്ട ആവശ്യമുണ്ട് എന്ന് എനിക്കൊരു ആഗ്രഹം കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ വന്നത്. പിന്നെ ഈ സ്റ്റോപ്പ് ചെയ്യുന്ന കാര്യം ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ 2 മാസം കഴിയുമ്പോൾ ഈ പ്രോഗ്രാമിങ്ങിനോടുള്ള പേടി എല്ലാവരുടെയും മാക്സിമം കുറയും, അല്ലെങ്കിൽ ഓൾമോസ്റ്റ് ഇല്ലാണ്ടാവും. പിന്നെ അത് മനസ്സിലാവും, ഇതിൻ്റെ ഫ്ലോ ഇങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് മനസ്സിലാവും. ഒരു പ്രോജക്റ്റ് കഴിയുമ്പോൾ അത് ആക്ച്വലി സപ്പോർട്ടോട് കൂടിയിട്ടാണ് ചെയ്യുന്നത്. അതിന് പുറമെ നമ്മൾ അഡീഷണൽ കുറച്ച് ടാസ്ക് കൊടുക്കുന്നുണ്ട്. ഇത് കഴിയുമ്പോൾ എല്ലാവർക്കും ഓക്കെ
ധൈര്യമാവും. പിന്നെ ഒരു സൈഡ് നമ്മുടെ മണിയാണ്. എന്തിനാണ് ഇവരൊന്നും പഠിപ്പിക്കുന്നില്ല, പിന്നെ ഞാൻ എന്തിനാണ് ഇവിടെ ഇനിയൊരു 3 മാസം കൂടെ ആലോചിക്കുന്ന എല്ലാവരും ആലോചിച്ചിട്ടുള്ള കാര്യം ഇതാണ്. ഞാനിവിടെ മിക്കവാറും വരുന്നവർ ദൂരത്തു നിന്നായിരിക്കും, ഹോസ്റ്റലിൽ ഇത്ര പൈസ കൊടുക്കണം, ഫുഡിന് ഇത്ര പൈസ കൊടുക്കണം, എക്സ്പെൻസസ്. ആ സമയത്ത് ഞാനൊരു ജോലിക്ക് കയറി കഴിഞ്ഞാൽ എനിക്ക് ഇപ്പോൾ ഈ എക്സ്പെൻസസ് കൊടുക്കേണ്ട വരുമാനം കിട്ടുകയും ചെയ്യും എന്നാണ് മൈൻഡ്. അതിനകത്ത് അഡീഷണൽ ആയിട്ട് ഒരു സൈഡ് സ്റ്റോറിയും കൂടെ പറയാം. ഇതുപോലെ ജോലി കിട്ടിപ്പോയ ഒരു 3-4 മാസത്തിന് ശേഷം ജോലി കിട്ടിപ്പോയൊരു പയ്യൻ വേറെ എനിക്ക് പരിചയത്തിലുണ്ട്. ഇപ്പോൾ അവൻ തിരിച്ചു വന്നിട്ട് 6 മാസത്തിന് ശേഷം ഞങ്ങൾ ജോലി കിട്ടിപ്പോയി വന്ന് പറഞ്ഞ ഒരു ഡയലോഗ്, അവൻ പറഞ്ഞ ഡയലോഗാണ്, 6 മാസം നിന്നിരുന്നെങ്കിൽ നല്ല രീതിയിൽ കോഡിങ് പഠിക്കാമായിരുന്നല്ലേ, കുറച്ചും കൂടെ ബെറ്റർ ആയേനല്ലേ, കുറച്ചും കൂടെ നല്ല പാക്കേജ് നമുക്ക് കിട്ടിയേനല്ലേ എന്ന് ചോദിക്കുന്ന ഒരവസ്ഥ. അത് ജോലിക്ക് കയറിയവൻ തന്നെയാണ്, പക്ഷെ അങ്ങനെ ചോദിക്കുന്ന അവസ്ഥയുണ്ട്. ഈ ഒരു 3 മാസത്തിലും വീണ്ടും നമ്മളുടെ പേഴ്സണാലിറ്റി ആവട്ടെ, നമ്മുടെ നോളജ് ആവട്ടെ, അങ്ങനെ ഒത്തിരി വീണ്ടും ബിൽഡ് ചെയ്യുന്നുണ്ട് ഇവിടെ. അത് തിരിച്ചറിയുന്നില്ല. അത് തിരിച്ചറിയാണ്ടാണ് ഈ 3 മാസത്തിൽ പ്രോട്ടോടൈപ്പിന് എനിക്ക് പൈസ കൊടുക്കാൻ കഴിയില്ല എന്നുള്ള മൈൻഡ് കൊണ്ട് പോകുന്നത്. അത് വെറും മണ്ടത്തരം എന്ന് പറഞ്ഞാൽ വെറും മണ്ടത്തരം. ഈ കാണുന്നവർ, ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ, ജോയിൻ ചെയ്തവർ ആരെങ്കിലും ആയിക്കോട്ടെ, ഒരു കാരണവശാലും 3 മാസത്തിൽ കിറ്റ് ചെയ്യുന്നത് എൻ്റെ പേഴ്സണൽ അഡ്വൈസാണ്. ഇതിൽ ഞാൻ പലപ്പോഴും കണക്കൂട്ടി പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇപ്പോൾ 2 മാസത്തെ റെന്റ് ലാഭിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അവിടെ നഷ്ടം വരുന്നത് ചിലപ്പോൾ ഒരു 30,000 കിട്ടുന്ന ചിലപ്പോൾ 60,000 80,000 ആവേണ്ട റേഞ്ചിലോട്ട് മാറും. തീർച്ചയായിട്ടും. ശരിക്കും അതൊരു മാസത്തെ സാലറിയിലല്ല ചേഞ്ച് വരുന്നതെന്നും കൂടി ഇവർ കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല. അതായത് ഒരു 1 ഇയർ ഇപ്പോൾ ഒരു 30,000 ചേഞ്ച് വരാൻ 3,60,000 മാറ്റമാണ്. എഗെയിൻ ജമ്പ് ചെയ്യുമ്പോൾ പിന്നെ അതിന് ഇപ്പോൾ ഒരു 30 കിട്ടിയവന് 60 ആവും കിട്ടുക, അല്ലെങ്കിൽ 60 കിട്ടിയവന് 1,20,000 1,00,000 പുറത്തോട്ട് സാലറിലോട്ട് കയറും. തീർച്ചയായിട്ടും. അപ്പൊ ആ ഒരു വലിയ ചേഞ്ച് ആണത്. ഇതൊരു ഈ പറഞ്ഞത് എൻ്റെ ഒരു ഫാക്ടറായിരുന്നു. അതായത് അപ്പോൾ എനിക്ക് എൻ്റെ ലൈഫിൽ, അതായത് ഇപ്പോൾ കൂടുതലും 20 to 25 ഇടയിലുള്ള ആൾക്കാരാണ് കൂടുതലും നമ്മുടെ കാൻഡിഡേറ്റ്സ്. അവർക്ക് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ അവർക്കൊരു 30 ആകുമ്പോഴേക്കും മേ ബി 1 lakhിലേക്ക് എത്തിയാൽ മതി. അവരുടെ ഇപ്പോഴത്തെ ഒരു എന്താ പറയുക ഡ്രീം വെച്ചിട്ട്, തുടങ്ങുമ്പോൾ ഡ്രീം വെച്ചിട്ട് കുറച്ച് ജോലി കയറി കഴിയുമ്പോൾ എന്തായാലും മാറും, അത് വേറെ കാര്യം. പക്ഷേ അങ്ങനെയായിരിക്കും അവർ അന്നേരം ചിന്തിക്കുന്നുണ്ടാവുക. പക്ഷേ എൻ്റെ സ്ഥിതി അതല്ലായിരുന്നു. കാരണം എനിക്ക് 10 വർഷത്തെ മേക്കപ്പ് ചെയ്യണം. അപ്പോൾ എനിക്ക് ചെറിയ സാലറിയിൽ ഞാൻ തുടങ്ങിയാൽ പിന്നെയും അത് മേക്കപ്പ് ചെയ്ത് വരിക എന്ന് പറയുന്നത് എനിക്കൊരു ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. ഈ 2 ഫാക്ടറാണ് ആക്ച്വലി എന്നെ റിട്ടേൺ ഇതിലേക്ക് കൊണ്ടുവന്നത്. ഈ 10 LPA ചോദിക്കാനുള്ളതായിരുന്നു. ഇപ്പോൾ കാര്യം ഷിഫ്റ്റ് നടന്നപ്പോൾ തന്നെ ഇപ്പോൾ വേറെ ഫീൽഡ് വർക്ക് ചെയ്ത ഒരാൾ ഈ ഫീൽഡിലേക്ക് വരുമ്പോൾ, നിങ്ങൾ 34-ാമത്തെ വയസ്സിലോട്ട് ഒരു IT ജോബിലോട്ട് കയറുമ്പോൾ 10 LPA ചോദിക്കുക, അതൊരു ധൈര്യമാണ്. വെച്ചാൽ എല്ലാവർക്കും ഇല്ലാത്തൊരു ധൈര്യമാണ്. എല്ലാവർക്കും എന്താ വെച്ചാൽ ഈ കുറച്ചിലുകൾ പറയാനാണ് ആൾക്കാർക്ക് താല്പര്യം. അപ്പോൾ എൻ്റെയൊക്കെ ഫ്രണ്ട്സിനോട് ഞാൻ പറയുമ്പോൾ 50,000 ആഗ്രഹിക്കാൻ പറയുമ്പോൾ അവർ പറയുന്നത് 25,000 എനിക്കൊരു ജോലി കിട്ടിയാൽ മതി, അല്ലെങ്കിൽ ഒരു IT ഒരു ഷിഫ്റ്റ് ഉണ്ടായാൽ മാത്രം മതി, അല്ലാതെ എനിക്ക് സാലറി ഒന്നും വലിയ ആഗ്രഹമില്ല എന്ന് പറയും. അപ്പോൾ ആ ഒരു കേസിൽ ചിന്തിക്കുന്ന ആൾക്കാരുടെ ഒരു 10 lakh LPAയിലോട്ട് കിട്ടിയ കഥ എനിക്ക് എന്താ അവസ്ഥ? അതിന് ബ്രോ ക്യാമ്പിൻ്റെ ഒരു സ്ട്രക്ചറിനോട് തന്നെ നന്ദി പറയേണ്ട ആവശ്യമുണ്ട് അതിന്. കാരണം ബ്രോ ക്യാമ്പ് ഒരിക്കലും ഒരു ടെക് മാത്രം ട്രെയിൻ ചെയ്യിപ്പിക്കുന്നതോ പഠിപ്പിക്കുന്നതോ ആയിട്ടുള്ള ഒരു കരിക്കുലമോ ഒരു സ്ട്രക്ചറോ അല്ല. ടെക് എക്സ്പെർട്ട് ഇല്ലതാണ്. അതെ. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ എല്ലാവരോടും പറയാറുള്ളത് തന്നെയാണ്, അവിടെ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെൻ്റ് ആണ് ഫുള്ളായിട്ട് ആക്ച്വലി ചെയ്യുന്നത്. ഇംഗ്ലീഷുണ്ട്, മറ്റേ വീഡിയോ നമ്മൾ പ്രസൻറ്റേഷൻസ് ചെയ്യുന്നുണ്ട്, പിന്നെ നമ്മൾ ടെക്കിൻ്റെ വീഡിയോ എടുക്കുന്നുണ്ട്. അതല്ലാതെ നമ്മൾ ഇംഗ്ലീഷിൻ്റെ ഇതിൽ തന്നെ പബ്ലിക്കായിട്ട് സ്പീക്ക് ചെയ്യുന്ന പബ്ലിക് സ്പീക്കിംഗ് സ്കിൽസ്, ഈ ഗസ്റ്റേഴ്സ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളത് കൊടുക്കുക. ഞാൻ തന്നെയാണെങ്കിലും ഫീഡ്ബാക്ക് കൊടുത്തിട്ടുമുണ്ട്. ഇതെല്ലാം ഉണ്ട്. പിന്നെ എനിക്ക് ഇവിടുന്ന് കിട്ടിയൊരു ഫീഡ്ബാക്ക്, അപ്പോൾ ആ സമയത്ത് ജോൽസിനെയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ ട്രെയിനറായിട്ട് ആ സമയത്ത് 2ാമത് വന്നത്. നമ്മളുടെ ഇപ്പോൾ അതിനുശേഷം നല്ല രീതിയിൽ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് നമുക്ക്. എനിക്കൊരു സ്റ്റോറി ടെല്ലിംഗ് കേപ്പബിലിറ്റി കുറച്ചെങ്കിലും ഉണ്ട് എന്നെനിക്ക് ഞാൻ തിരിച്ചറിഞ്ഞത് ഇവിടുത്തെ നമ്മുടെ ആ ഒരു ട്രെയിനിങ് സെഷനകത്ത് തന്നെ. അതുവരെ ഞാനിങ്ങനെ ഒരിക്കലും കരുതിയിട്ടില്ല. എൻ്റെ പബ്ലിക് സ്പീക്കിങ്ങിനോടുള്ള കുറേ പേടി മാറിയതും എന്നെ കണ്ടാൽ ചിലപ്പോൾ തന്നെ ഫീൽ ഉണ്ടാവില്ലായിരിക്കാം, പക്ഷെ നമുക്കുള്ളിലൊരു ഫീൽ ഉണ്ടാവുമല്ലോ, അത് കുറേ അധികം മാറിയതും സ്റ്റോറി ബിൽഡ് ചെയ്യാനും പറയാനുമുള്ള ഒരു കഴിവുണ്ട് എന്ന് ഞാൻ തിരിച്ചറിഞ്ഞതും എല്ലാം ഇവിടുന്ന് വന്നതിന് ശേഷമാണ്. പിന്നെ ഇതിൻ്റെയൊക്കെ ഒരു ആപ്ലിക്കേഷൻ ലെവൽ ഞാനിപ്പോൾ എൻ്റെ വർക്ക് ലൈഫിൽ ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മളോട് പ്രത്യേകിച്ച് നമ്മളെ കമ്പനിയിൽ പറയുമ്പോൾ എൻ്റെ ടീംമേറ്റ്സ് എല്ലാവരും ഫിലിപ്പൈൻസിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ ഫിലിപ്പൈൻസുമായിട്ടാണ് ഡെയിലി കമ്മ്യൂണിക്കേഷൻ ഉള്ളത്. അപ്പോൾ അവരോട് എനിക്ക് തന്നിട്ടുള്ള ഒരു ടിക്കറ്റിനെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു സ്റ്റോറിയെക്കുറിച്ചോ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയുമ്പോൾ നമുക്ക് ഇത് പരിചയമില്ലാത്ത ആൾക്കാർക്ക് ഒരു വെപ്രാളാണ്. എവിടെ തുടങ്ങണം, ഇത് എങ്ങനെ അവസാനിക്കും, തുടങ്ങിയ അവസാനം ഫുള്ള് ബ്ലാ അടിച്ചിട്ട് അവിടെ നിൽക്കും. അത് മുന്നോട്ട് പോകാൻ പറ്റില്ല, കേൾക്കുന്നവരൊന്നും മനസ്സിലാവുകയില്ല. ഈ ഒരു സംഭവം
പ്രോപ്പറായിട്ട് സ്ട്രക്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടുത്തെ ഈ ട്രെയിനിങ് കൊണ്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കതിനുള്ള അഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പോൾ ആ ഒരു സംഭവം ഇതിന് പുറമെ ഈ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നൊരു സംഭവം എനിക്ക് കിട്ടി. അതിന് കൂടെ നമ്മൾ സെൽഫ് ഇൻട്രൊഡക്ഷൻ ഏതൊരു ഇൻ്റർവ്യൂവിലും പറയുന്നത് ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാമെന്ന് പറയും. അപ്പോൾ എൻ്റെ ഈ ഗ്യാപ്പ് കഴിഞ്ഞിട്ട് വരുമ്പോൾ ഞാൻ ഏത് രീതിയിൽ പ്രസൻറ്റ് ചെയ്തത് നന്നായിരിക്കും എന്നുള്ളത് ഞാൻ പല ട്രയൽ ആൻഡ് എറർ എടുത്തിട്ടാണ് ഞാനും ചെയ്തത്. അത് പിന്നെ ഇതിനൊക്കെ പുറമെ കമ്മ്യൂണിക്കേഷൻ, ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് ടെക്കിൻ്റെ കൂടെ തന്നെ അല്ലെങ്കിൽ ഒപ്പത്തിന് വേണ്ട ഒരു സംഭവമാണ് കമ്മ്യൂണിക്കേഷൻ. ആ ഒരു കമ്മ്യൂണിക്കേഷൻ നന്നായിട്ട് നടത്താൻ എനിക്ക് ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് സാധിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ അത് തന്നെയാണ് എനിക്ക് ഇത്രയും നല്ലൊരു പാക്കേജ് ചോദിക്കാനും അതിനെ വാങ്ങിച്ചെടുക്കാനും എന്നെ തന്നെ എനിക്ക് സെല് ചെയ്തിട്ട് വാങ്ങിച്ചെടുക്കാനും എനിക്ക് സാധിച്ചത്. അതിനുള്ള ട്രെയിനിങ് ആക്ച്വലി ഇവിടുന്ന് കിട്ടുന്നുണ്ട്. അത് ഈ കമ്മ്യൂണിക്കേഷന് കൂടെ തന്നെ നമുക്ക് റിവ്യൂസ് വീക്കിലി നടക്കുമ്പോൾ ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് ഏത് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്താലും കിട്ടും, ഉറപ്പാണ്. നോർമൽ അതായത് ഇൻ്റർവ്യൂ ഒരു ചോദ്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്തത് ഇതാണ് ഇയാൾ ചോദിക്കാൻ പോകുന്നത് എന്നുള്ള നമ്മളതിന് ഉത്തരം പ്രിപ്പേർഡ് ആയിരിക്കും. ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യപ്പെട്ടിട്ടുള്ള മനസ്സിൻ്റെ ഒരു പ്രത്യേകത, ഇൻ്റർവ്യൂവറിന് പെട്ടെന്ന് ഫീൽ ചെയ്യും ഓക്കെ ഹി നോസ് സംതിങ്. പെട്ടെന്ന് നമ്മൾ ചോദിക്കുമ്പോൾ തന്നെ ആൻസർ ക്ലാരിറ്റിയോട് കൂടിയിട്ട് പറയാൻ സാധിക്കുമ്പോൾ ഇൻ്റർവ്യൂവിന് ഫീൽ ചെയ്യും ഓക്കെ അവനെന്തോ അറിയാവുന്ന ആളാണെന്ന് ഫീൽ ചെയ്യും. ആ ഒരു ഇനീഷ്യൽ ഇംപ്രഷൻസ് നമുക്ക് നല്ല കൃത്യമായിട്ട് പാസ് ചെയ്യാൻ പറ്റും. ആ ഒരു കാര്യമാണ് എനിക്ക് ബേസിക്കലി ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ പറ്റിയത്. മേ ബി എൻ്റെ അതായത് എക്സ്പീരിയൻസ് ബേസ് ചെയ്ത് നോക്കുമ്പോൾ ടെക്നിക്കൽ നോളജ് എനിക്ക് അത്ര വാസ്റ്റ് ആൻഡ് വൈഡ് അല്ല. പക്ഷേ എനിക്ക് എന്നെ തന്നെ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും പ്രസൻറ്റ് ചെയ്യാനും ഇതിനൊക്കെയുള്ള ഒരു പേഴ്സണാലിറ്റി അങ്ങനെയുള്ള എല്ലാ ഡെവലപ്മെൻറ്റും എനിക്ക് ഇവിടുന്ന് കിട്ടി. അതാണ് എല്ലാ ആഴ്ചയുള്ള പ്രസന്റേഷൻ തന്നെ തീർച്ചയായിട്ടും. അത് ഞാൻ പറയാൻ വന്ന സൈഡ് സ്റ്റോറി. ഞാൻ കഴിഞ്ഞ ദിവസം ഇരുന്നിട്ട് എൻ്റെ ഫസ്റ്റ് വീഡിയോ ഞാൻ എടുത്ത് നോക്കിയായിരുന്നു. അതും ലാസ്റ്റ് വീഡിയോയും തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ എത്രത്തോളം ആ ഒരു പേടി ഉണ്ടാവും ആദ്യം മുഖത്ത്, പിന്നെ അത് മാറിയിട്ട് ആ ടെൻഷൻ കുറച്ച് മാറി, പിന്നെ വരുമ്പോൾ നമ്മൾ ഗസ്റ്റേഴ്സ് ഉപയോഗിക്കുന്നു, നമ്മൾ ആ സ്റ്റോറി ലൈൻ ബിൽഡ് ചെയ്യുന്നു. നമ്മൾ ഒരു പ്രസൻറ്റ് ചെയ്യാനുള്ള സ്റ്റോറി ലൈൻ അപ്പോൾ എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നുണ്ട്, ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇതറിയാവോ എന്നുള്ള രീതിയിൽ നമ്മൾ ആ വീഡിയോ വ്ളോഗർമാരൊക്കെ പ്രസൻറ്റ് ചെയ്യുന്ന നമ്മൾ ആ രീതിയിലേക്ക് മാറും. മറ്റേത് ക്യാമറയെ ഫേസ് ചെയ്യാന്ന് പറയുന്നത് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആ രീതി അതൊന്ന് കാണിച്ചു കൊടുക്കണേ. അത് മാത്രം വേണ്ട, അതിനൊരു ചെറിയ ബൈറ്റ് ഞാൻ കാണിച്ചു തരാം. Hi friends, can you think of a moment without your phone or even internet? No, right? Yes, we are so much obsessed with internet now. Almost all of our daily activities are somehow related to internet, right? Yes. അത് വേണ്ട. അപ്പോൾ ആ രീതിയിൽ മാറും. അത് ആ ഒരു അഡ്വാൻറ്റേജ്, ഇത് നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ ലൈഫിൽ ഓവറോൾ വ്യത്യാസം വരും. നമ്മളുടെ കോൺഫിഡൻസ് കൂടും, നല്ല രീതിയിൽ സെൽഫ് എസ്റ്റീം കൂടും, നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ 10 LPA ചോദിച്ചെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിൽ 10 LPA ചോദിക്കുമ്പോൾ ഇത്ര ഏജിൻ്റെ ഷിഫ്റ്റും അല്ലെങ്കിൽ സ്വിച്ചിങ് ഇതൊന്നും അവർ അഡ്രസ്സ് ചെയ്തില്ല. അതൊന്നും അവരൊരു കാര്യമാക്കിയിട്ടേ ഇല്ല. അവർ എനിക്ക് ടെക്നിക്കൽ നോളജ് ഉണ്ടോ എന്നുള്ളത് തന്നെയായിരുന്നു അവരുടെ ഇത്. അപ്പോൾ ഈ നമ്മളുടെ റിവ്യൂവിൻ്റെ ഒരു പോസിറ്റീവ് സൈഡാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതായത് 3 സ്റ്റേജ് പ്രോസസ്സിങ് ആയിരുന്നു ആക്ച്വലി. ഫസ്റ്റ് ഒരു HR-ൻ്റെ ഇൻ്റർവ്യൂ, അതും ഡയറക്റ്റ് ഫിലിപ്പൈൻസിൽ നിന്നായിരുന്നു. അപ്പോൾ അതിൽ അവർ ഇനീഷ്യലായിട്ട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും. അസസ്മെൻറ്റ് തരുന്നതിന് മുന്നേ തന്നെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഞാൻ കൊടുത്ത ഉത്തരങ്ങൾ അവർ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും ബെറ്റർ ആയിരുന്നു. അതെനിക്ക് അവരുടെ ഫീഡ്ബാക്കിൽ നിന്ന് മനസ്സിലായി. നമ്മൾ ഈ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതോറും നമുക്കുള്ളൊരു ഗുണം അത് തന്നെയാണ്. നമുക്ക് ഫീഡ്ബാക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാവും അവരെത്രത്തോളം നമ്മളെ അളക്കുന്നുണ്ട്, നമ്മൾക്ക് എത്രത്തോളം അവർക്ക് ഇമ്പാക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാവും. അപ്പോൾ ആ ഒരു ഇതെനിക്ക് അവിടെ നിന്ന് നല്ല കൃത്യമായിട്ട് മനസ്സിലായി. ആ ഒരു ഇതുകൊണ്ട് തന്നെയാണ് അവർ 10 lakh ചോദിച്ചതിൽ അവർക്ക് അത് ബുദ്ധിമുട്ടായിരുന്നില്ല. ആക്ച്വലി ഞാൻ 8 നിന്ന് 10 ആക്ച്വലി ആ കോളിൽ തന്നെ 8 ആയിരുന്നു ആദ്യം ചോദിച്ചത്. അവിടെ നിന്ന് 8 നിന്ന് 10 ഞാൻ തന്നെ മാറ്റിയതാണ്. സോ അതാണ് ഉണ്ടായത്. അതുകൊണ്ടാണ് ഞാൻ കമ്മ്യൂണിക്കേഷൻ്റെ സ്കില്ല് നല്ല രീതിയിൽ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യേണ്ടതുണ്ട്. ഒരു കാരണവശാലും ഇവിടെ വരുമ്പോൾ കൂടുതലും സംഭവിക്കും അത് ഈ ഇംഗ്ലീഷ് ക്ലാസ്സുകൾ സ്കിപ്പ് ചെയ്യാനും അത് വേണ്ടാന്ന് വെക്കാനും. പ്രത്യേകിച്ച് ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ നല്ല രീതിയിൽ എല്ലാവരും കേരളത്തിലെ ഇൻ്റർവ്യൂ ആണെങ്കിൽ പോലും വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് മലയാളം സംസാരിച്ചാൽ മതിയാവും. പക്ഷേ ഇൻ്റർവ്യൂ എന്തായാലും ഇംഗ്ലീഷ് ആയിരിക്കും. എത്രത്തോളം ഇംഗ്ലീഷിൽ പറഞ്ഞ് പഠിക്കുന്നോ
അത്രത്തോളം നല്ല രീതിയിൽ ഇൻ്റർവ്യൂവിൽ പെർഫോം ചെയ്യാൻ പറ്റും. നമുക്ക് ഈ പറഞ്ഞതുപോലെ ഇംഗ്ലീഷ് നമുക്ക് എങ്ങനെയെങ്കിലും പറഞ്ഞൊപ്പിച്ചാൽ കൂടെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഇമ്പാക്റ്റ് മറ്റൊരാൾക്ക് കിട്ടണമെന്നില്ല. ആ ഒരു കമ്മ്യൂണിക്കേഷൻ ആ രീതിയിൽ ബിൽഡ് ചെയ്താൽ മാത്രമാണ് ആ ഒരു നമ്മൾ ഉദ്ദേശിക്കുന്ന വേവ് ലെങ്ത്തിൽ അവർക്ക് മനസ്സിലാവുള്ളൂ. ആ ഒരു സംഭവം അതുകൊണ്ട് തന്നെ കമ്മ്യൂണിക്കേഷൻ നല്ല രീതിയിൽ ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യാണ്ട് ചെയ്യേണ്ട ഒരു സംഭവമാണ് കമ്മ്യൂണിക്കേഷൻ. ഇതിൽ ബ്രോ ക്യാമ്പിൽ പുതിയൊരു ചേഞ്ച് കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. പണ്ടുള്ള പോലെയല്ല, ഇപ്പോൾ ഒരു പ്രൊഫഷണൽ പീരീഡ് കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് പലരും ഇംഗ്ലീഷ് ഇങ്ങനെ പഠിക്കാം എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് എഫേർട്ട് ഇടാതെയാണ് കൊണ്ടുപോകാം. ചെറുപ്പം മുതൽ നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ റിസോഴ്സ് ഇല്ലായിട്ടല്ലോ ആരും അങ്ങനെ പോവുകയാണത്. അപ്പം നമ്മളെന്താണെന്ന് വെച്ചാൽ നമ്മൾ എല്ലായ്പ്പോഴും ഫിയർ വർക്കൗട്ട് ചെയ്യുന്ന പോലെ തന്നെ ഒരു 6 വീക്കിൽ പ്രൊബേഷൻ പീരീഡ് പറഞ്ഞിട്ടുണ്ട്. 6 വീക്ക് കൊണ്ട് ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്തിരിക്കണം. അതായത് ഫുമിയേഷൻ കഴിഞ്ഞിട്ട് 6 വീക്ക് കൊണ്ട് ഇമ്പ്രൂവ് ചെയ്തില്ലെങ്കിൽ അതിൻ്റെ ബേസിൽ വരെ, അതായത് ബേസിക് ആയിട്ടുള്ള ഇംഗ്ലീഷ് പഠിക്കാനുള്ള കപ്പാസിറ്റി വേണം. അത് ഭയങ്കര ഫ്ലുവൻസി എന്നല്ല, ഒരു ബേസിക് ആയിട്ട് പറയാനുള്ള കപ്പാസിറ്റി 6 വീക്ക് കൊണ്ട് ഉണ്ടാക്കിയിരിക്കണം. തീർച്ചയായിട്ടും അത് വേണം. കാരണം നമ്മൾ എത്രത്തോളം ടെക്നിക്കൽ സ്കില്ലായാലും കാര്യമില്ല, നമ്മൾക്കുള്ള സ്കില്ല് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം. എന്നാൽ മാത്രമാണ് നമ്മൾ നമുക്ക് ചോദിക്കാനുള്ള ധൈര്യം ഒന്നാമത്, ഒരു സെൽഫ് എസ്റ്റീം രണ്ടാമത്. ഇത് രണ്ടും ചേർന്നിട്ട് ഈ ഇൻ്റർവ്യൂവറോട്, നമ്മളുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളോട്, പ്രത്യേകിച്ച് ഇൻ്റർവ്യൂവർ എന്ന് പറയുമ്പോൾ പൊതുവേ നമുക്കുള്ള ഫിയർ, മുന്നിലുള്ള ആളെ നമുക്ക് പരിചയമില്ല, അതുവരെയും പരിചയമില്ലാത്ത ആളോട് പോയിട്ട് ചോദിക്കുക എന്ന് പറയുമ്പോൾ അത് ഭയങ്കര പേടി ഉണ്ടാക്കുന്നൊരു സംഭവമാണ്. അവരെന്ത് വിചാരിക്കും എന്നുള്ള തോന്നലൊക്കെ ഇങ്ങനെ ഉള്ളിൽ വരും. അതിട്ടൊന്നും കാര്യമില്ല. പക്ഷേ അതിനുള്ളൊരു കോൺഫിഡൻസ് ഈ ലാംഗ്വേജ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും കിട്ടും. ഈ ലാംഗ്വേജ് ഇല്ലാത്തതുകൊണ്ട് ഒരുപക്ഷെ ബ്രോ ക്യാമ്പിൽ കുറേയും കൂടെ നല്ല രീതിയിൽ ലാംഗ്വേജും കൂടെ ഇമ്പ്രൂവ് ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ ഉള്ള പാക്കേജുകളൊക്കെ തന്നെ മേ ബി ഇനിയും കുറച്ച് ഹയർ പോകാവുന്ന പാക്കേജുകൾ ഉണ്ടായിരുന്നു. അത്രയും കേപ്പബിലിറ്റീസ് ഉള്ള ആൾക്കാരുണ്ട്. കാരണം ടെക്നിക്കൽ കേപ്പബിലിറ്റീസ് അവർക്കുണ്ട്. സോ പക്ഷേ കമ്മ്യൂണിക്കേഷൻ മേ ബി അത്ര ബിൽഡ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് അവർ ഒട്ടും ചെയ്തിട്ടില്ല എന്നല്ല, കാരണം അവർ തുടക്കത്തിൽ വന്നതിൽ നിന്ന് ഈ ചളിപ്പും ഇതുമെല്ലാം മാറിയിട്ട് കുറച്ചും കൂടി നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആയ ആൾക്കാർ തന്നെയാണ്. അതല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ വീണ്ടും ബിൽഡ് ചെയ്തിരുന്നെങ്കിൽ, കമ്മ്യൂണിക്കേഷൻ കൂടെ ബിൽഡ് ചെയ്തിരുന്നെങ്കിൽ കുറേ കൂടെ ബെറ്റർ ആയിട്ട് നമ്മളെ പ്രസൻറ്റ് ചെയ്യുകയും ചെയ്യാമായിരുന്നു. അത് ചില വ്യക്തിത്വങ്ങൾ ഞാൻ കാണാറുണ്ട്. ഇപ്പോൾ കാലിക്കറ്റൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം പോയപ്പോൾ ഒരുത്തനോട് ഫുൾ ഇംഗ്ലീഷ് ലിഫ്റ്റ് എന്നൊക്കെ. അപ്പം ഞാൻ ചിന്ത ആരുടെ പുതിയ അഡ്വൈസർ വല്ലതും ജോയിൻ ചെയ്താണ് അവൻ ആരാ? അപ്പോൾ നോക്കിയപ്പോൾ എന്താണ്, നമ്മൾ ബാച്ചിലർ സ്റ്റുഡൻ്റ് ആണ്, അവൻ ഫുൾ ടൈം എന്നോട് ഇംഗ്ലീഷിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു അപ്പോൾ ഇമ്പ്രൂവ്. അപ്പോൾ അങ്ങനെ റിസ്ക് എടുക്കുന്ന ആൾക്കാരുണ്ട്, ഇതിന് എസ്കേപ്പ് അടിച്ചെടുക്കുന്ന ആൾക്കാരുണ്ട്. ശരിക്കും അവർ മനസ്സിലാക്കേണ്ടത് തന്നെ ഒരു 5 മിനിറ്റ് കൊണ്ട്, ഇപ്പോൾ 6 മാസം പഠിക്കുന്ന കാര്യം 5 മിനിറ്റ് കൊണ്ട് പ്രോപ്പറായിട്ട് സ്റ്റോറി പോലെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അവിടെ തീർന്നു. അതെ, തീർച്ചയായിട്ടും. അത് എത്രത്തോളം നല്ല രീതിയിൽ ഇംപ്രസ് ചെയ്യാൻ പറ്റുന്നോ അത്രത്തോളം നമ്മളുടെ പ്രൊഫൈലിന് വാല്യൂ ഉണ്ടാവും. നമ്മൾ എന്തൊക്കെ തലകുത്തി മറിച്ചിട്ടും കാര്യമില്ല എന്നുള്ളതാണ് സത്യം. ഞാൻ എൻ്റെ പ്രോട്ടോടൈപ്പിൽ വന്നതിന് ശേഷം എൻ്റെ ലൈഫിൽ വന്നിട്ടുള്ള ചേഞ്ച്, ഇത് എന്നെപ്പോലെ ഈ ഒട്ടും കോഡിങ് പറ്റില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന ഏതൊരാൾക്കും എന്നെ ഉദാഹരിച്ച് തന്നെ ചെയ്യാൻ പറ്റും എന്നെനിക്ക് ഉറപ്പാണ്. അപ്പം എന്നെ കോണ്ടാക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഇനി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എത്രയോ പേരാണെങ്കിലും അവർക്ക് കോമൺ ആയിട്ട് പറഞ്ഞു കൊടുക്കാനുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതെനിക്ക് ഈ വീഡിയോയിൽ കൂടെ മാക്സിമം കൺവേ ചെയ്യണമെന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വന്നത്. ആക്ച്വലി ബേസിക്കലി അതാണ് എൻ്റെ ഉദ്ദേശം. എന്നെ പലരും ഈ സംശയത്തോടെയാണ്, സംശയം ഇൻ ദ സെൻസ് ചെയ്യണോ വേണ്ടയോ, ഇവിടെ പോകണോ വേണ്ടയോ, ഫീസ് കമ്പാരിറ്റീവ്ലി ഹയർ ആണെന്നൊരു ഫീല്. കഴിഞ്ഞ ദിവസം വേറൊരു പയ്യൻ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. 18,000 രൂപയ്ക്ക് എവിടെയോ കോഴ്സ് ചെയ്യാൻ തുടങ്ങി 1.5 മാസമായി 2 മാസമായി. സാർ അത് സംഭവം അവർ W3 സ്കൂൾസ് നോക്കിയിട്ട് ഫുള്ള് വായിച്ചു തരാം, ഒന്നും നടക്കണില്ല, ഒന്നും എനിക്ക് ഒരു പിടിയും കിട്ടണില്ല, ഒരു പ്രോജക്റ്റിൽ എങ്ങനെ ചെയ്യണമെന്നൊന്നും മനസ്സിലാവുന്നില്ല എന്നും പറഞ്ഞിട്ട് ഞാൻ പിന്നെ നേരെ നമ്മുടെ തുറപ്പിയിട്ടിട്ട് അത് നോക്കിക്കോളാൻ പറഞ്ഞു. അവിടെ നിന്ന് ഇട്ടോളാൻ പറഞ്ഞു. അപ്പോൾ അവിടെ നിന്ന് ബിൽഡ് ചെയ്യേ, കാരണം ബേസിക്സ് അവിടെ നിന്നാണ്. പൈത്തൺ നമുക്ക് സിൻടാക്സ് ഇംഗ്ലീഷ് പോലെ ഉള്ളതുകൊണ്ട് എല്ലാവരുടെയും ഒരു വിചാരം പൈത്തൺ ഭയങ്കര ഈസിയാണെന്നാണ്. താഴേക്ക് ഡീപ്പായിട്ട് പോകുന്തോറുമാണ് നമുക്ക് അതിൻ്റെ ഡിഫിക്കൽട്ടീസസ് മനസ്സിലാവുക. അത് അങ്ങനെ വിചാരിച്ചെടുക്കുന്നവർ സത്യം പറഞ്ഞ മണ്ടന്മാരാണ്. ഞാൻ ഇവിടെ പക്ഷേ വരുന്നവരെ എടുക്കാനും ഞാൻ റെഫർ ചെയ്യും. കാരണം കുറേ കൂടെ ഈസി രസമാണ് വർക്ക് ചെയ്യാന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ റെഫർ ചെയ്യാറുണ്ട്. പൈത്തൺ താല്പര്യമുള്ളവരോട് അങ്ങനെ അതെൻ്റെ ചോയ്സ് അല്ല, ഒരിക്കലും ഞാൻ പറയില്ല എൻ്റെ ചോയ്സ്. ഞാൻ പറയുന്ന പോലെ നിങ്ങൾ പഠിക്കണമെന്ന് ഒരിക്കലും പറയില്ല. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, അതിന് മോട്ടിവേറ്റ് ചെയ്യാം, അത് ചെയ്യാൻ അങ്ങനെ ഒരു മോട്ടിവേഷൻ, അതിന് വേണ്ടുന്ന ഹെൽപ്പ്, ബേസിക്കായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ട എന്ത് ഹെൽപ്പ് വേണോ ഞാൻ ഹെൽപ്പ് ചെയ്യാൻ തയ്യാറാണ്. ചിലരെന്നെ വിളിച്ചിട്ട് പാർട്ടിയുടെ കാര്യങ്ങളിൽ എങ്ങനെ ആലോചിക്കണം എന്നുള്ളതിന് ഒരു ലോജിക്കും കിട്ടാത്തവർക്ക് ബേസിക്കായിട്ട് എങ്ങനെ ലോജിക്ക് മനസ്സിലാക്കാം എന്നുള്ളത് ഞാൻ ഒരിക്കലും ആൻസറായിട്ട് പറഞ്ഞു കൊടുക്കാറില്ല. ഈ രീതിയിൽ എല്ലാം ഒന്ന് വിഷ്വലൈസ് ചെയ്യാൻ നോക്കും. ഇപ്പോൾ നമ്മുടെ നോർമൽ സിമെട്രിക് പാറ്റേൺസ് ആണെന്നുണ്ടെങ്കിൽ മെട്രിക്സ് ഫോമിൽ, അസിമെട്രിക് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓരോ ഇതനുസരിച്ചിട്ടുള്ള ഒരു പാറ്റേൺ എവിടെ ബിൽഡ് ആവും എന്നുള്ളത് ചെക്ക് ചെയ്യുക. ഈ രീതിയിൽ പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പോൾ അത്
എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയൊരു കാര്യം ഈ റീസെൻ്റായിട്ട് നടന്നതിൽ ഒരു കുട്ടി ഇപ്പോൾ ഇവിടെ ബ്രോ ക്യാമ്പിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. ആ കുട്ടി ദുബായിൽ ഹസ്ബൻഡിൻ്റെ കൂടെ നിൽക്കുമ്പോഴാണ് എന്നെ കോൺടാക്ട് ചെയ്യുന്നത്. അപ്പോൾ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ജോലി കിട്ടണം എന്നുള്ള വളരെ ആഗ്രഹത്തോട് കൂടിയിട്ട്, അപ്പോൾ ഞാൻ മോട്ടിവേറ്റ് ചെയ്ത് അവസാനം ഞാൻ പിറ്റേ 2 ദിവസം കഴിഞ്ഞ് നോക്കുമ്പോൾ ടിക്കറ്റൊക്കെ എടുത്ത് നാട്ടിലേക്ക് പോരുകയാണ്. അപ്പോൾ എനിക്കാകെ പേടി, നാട്ടിലേക്ക് പോരുവാണോ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഞാനെന്നാലും ഒരിക്കലും അത് കാണിച്ചില്ല. ഓക്കെ നടക്കും, കാരണം ആ ഒരു നേരത്തെ പറഞ്ഞ ഫയറുണ്ട്. ആ ഫയർ ഉള്ളവർക്ക് എന്തായാലും ഇവിടെ കാര്യങ്ങൾ നടക്കും. അല്ലാതെ ജോലി എന്തെങ്കിലും കിട്ടണം ചുമ്മാ അങ്ങനെ അവിടെ പോയി ജോലി കിട്ടും എന്നുള്ള മൈൻഡിൽ പറഞ്ഞവർക്കാണ് ഇവിടെ വർക്കൗട്ട് നടക്കാത്തുള്ളൂ. അപ്പം അങ്ങനെ വന്ന ആ കുട്ടി MCA കഴിഞ്ഞ കുട്ടിയാണ്. ആ കുട്ടിക്ക് ഞാൻ ക്ലാസ് ഒബ്ജക്ട്സും ജനറലൈസ് ചെയ്ത് പറഞ്ഞെടുത്തു, ജനറൽ ഫോമിൽ. അപ്പോൾ അത് ആ കുട്ടിക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായി. ഞാൻ പിന്നെ 2 ദിവസം കഴിഞ്ഞപ്പോൾ ചോദിച്ചു എന്തെങ്ങനെയുണ്ട്. അപ്പോൾ വേറൊരു സംഭവം എക്സാമ്പിൾ ഇങ്ങോട്ട് പറയാൻ പറഞ്ഞു. ആദ്യത്തെ സമയത്ത് പറഞ്ഞത് നമ്മുടെ സോപ്പിൻ്റെയും പെട്ടിയുടെയും കഥയാണ്. ആദ്യത്തെ ദിവസം പഠിച്ചിട്ട് പറയാൻ പറഞ്ഞപ്പോൾ അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന വഴി ഓടിക്കോ എന്ന് പറഞ്ഞു. ഇതും പറഞ്ഞുകൊണ്ട് അവിടെ പോകാൻ നിൽക്കണ്ട, പാസ്സാവില്ല, വന്ന വഴി ഓടിക്കോളാൻ പറഞ്ഞു. MCA കഴിഞ്ഞ കുട്ടിയാന്ന് ആലോചിക്കണം. എന്നിട്ട് പിന്നെ ഞാൻ ജനറലായിട്ട് പറഞ്ഞു കൊടുത്തു. അതിനുശേഷം 2 ദിവസം കഴിഞ്ഞ് വീണ്ടും ചോദിച്ചപ്പോൾ ആ ബേസിക് ഐഡിയ ക്ലിയർ ആയിട്ട് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ എന്നിട്ട് ഞാൻ അതായത് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് മറ്റൊരാൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെന്ന് പറയുന്നത് തന്നെ വളരെ വലിയ സന്തോഷമുള്ളൊരു കാര്യമാണല്ലോ. അപ്പം അങ്ങനെ അത് അന്നേരമാണ് നമ്മൾ ആദ്യം പറഞ്ഞ എന്താണ് ഈ ഒരു സബ്ജക്റ്റിനോട് ഇഷ്ടമുള്ള ഒരാൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ഉള്ള വ്യത്യാസം എന്നുള്ളത് മനസ്സിലായത്. അതെനിക്ക് ഫീൽ ചെയ്ത് തന്നെയാണ് നല്ലപോലെ. അപ്പോൾ അങ്ങനെ പറഞ്ഞു കൊടുത്ത് ഇപ്പോൾ കുട്ടിയുടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു പോസിറ്റീവ് സൈഡ്സ് ആണ് എനിക്ക് ഇതിനകത്ത് കൂടുതൽ താല്പര്യം. കുറെ ആൾക്കാർക്ക് ഇമ്പാക്ട് ഉണ്ടാവും എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മളെ വേർഡുകൾ മറ്റുള്ളവർ ഇമ്പാക്ട് ഉണ്ടാക്കാൻ അതെനിക്കൊരു ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അതാണ് പ്രധാനമായിട്ട് ഞാനിവിടെ വരാനുള്ള ഒരു കാര്യം. ആ 4 പേരുള്ള ഇന്റർവ്യൂ കംപ്ലീറ്റ് ചെയ്തു. ഇന്റർവ്യൂവിൽ അപ്പോൾ ലാസ്റ്റ് എന്താ ഉണ്ടായെന്ന് വെച്ചാൽ ഞാനീ പറഞ്ഞ ബിൽഡപ്പ് കൊടുത്തിട്ട് നിൽക്കുകയാണ്. അപ്പോൾ താഴെ ലാസ്റ്റ് വരുമ്പോൾ അവർ പറഞ്ഞ സംഭവം പറഞ്ഞ സമയത്തിനുള്ളിൽ എനിക്ക് ക്ലിയർ ചെയ്യാൻ പറ്റി. അതൊന്ന്. രണ്ടാമത് ഇൻ്റർവ്യൂ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ സാധാരണ എല്ലാവരും മിസ് ചെയ്യുന്നൊരു സംഭവമാണ്, നമുക്ക് അവരോടൊരു ഫീഡ്ബാക്ക് ചോദിക്കാൻ ഉള്ളൊരു അവസരമുണ്ട്. ചിലപ്പോൾ അവർ പറയണമെന്നില്ല, ഫീഡ്ബാക്ക് ചോദിക്കാൻ പറയണമെന്നില്ല, ചിലർ പറയാനും സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ അങ്ങോട്ട് ചോദിച്ചു ഞാൻ എവിടെയാണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ആക്ച്വലി എനിക്കും എൻ്റെ കരിയറിൽ ഇമ്പ്രൂവ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടും കൂടെ തന്നെയാണ് ചോദിച്ചത്. അപ്പോൾ അവർ കുറച്ച് കാര്യങ്ങൾ അതിൻ്റെ പോയിൻറ്റ്സ് എന്നൊക്കെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നു എൻ്റെ ആ പൈത്തൺ സീനിയർ ആയിട്ടുള്ള ആൾ. അപ്പോൾ അങ്ങനെ ആ ഇൻ്റർവ്യൂ കഴിഞ്ഞു. അപ്പം ഞാൻ ആദ്യം കൊടുത്ത ബിൽഡപ്പും ടെക്നിക്കൽ സൈഡിലുള്ള എൻ്റെ പെർഫോമൻസും വളരെ അന്തരത്തിലായിരുന്നുകൊണ്ട് ഞാനത് കിട്ടില്ല എന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ ആറ്റിറ്റ്യൂഡ് വൈസ് ഞാൻ നല്ല ആറ്റിറ്റ്യൂഡായിട്ട് മീൻസ് പഠിക്കണം എന്നുള്ളതും ഇമ്പ്രൂവ് ചെയ്യണം എന്നുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ് എനിക്ക് 100% ഷുവറാണ്, നല്ല ആറ്റിറ്റ്യൂഡ് ഞാൻ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഞാൻ കിട്ടില്ല എന്നാണ് വിചാരിച്ചത്. പിറ്റേ ദിവസം രാവിലെ 11 മണിയായപ്പോൾ എനിക്ക് മെസ്സേജ് വന്നു, എപ്പോഴാണ് നമുക്ക് സംസാരിക്കാൻ സമയമെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ സന്തോഷമായി. അങ്ങനെ ആണ് കൺഫർമേഷൻ വരുന്നത്. പിന്നെ അതിന് ശേഷം ഒരു ദിവസം എടുത്തു ഓഫർ ലെറ്റർ വരാൻ. ഓഫർ ലെറ്റർ വന്നപ്പോൾ ഈ പറഞ്ഞ് ഞാൻ ചോദിച്ച സാലറി തന്നെ കിട്ടി. അങ്ങനെ വളരെ സന്തോഷകരമായിരുന്നു അത്. ഞാനും പക്ഷേ ഈ പറയുന്ന ആൾക്കാർ മിസ് ചെയ്ത് പോകുന്ന സംഭവമാണ് ഇവർ ഫീഡ്ബാക്ക് ചോദിക്കുക എന്നുള്ളത്. ഈ പറയുന്ന ആൾ എന്നിട്ട് ആ ആൾ ചിരിച്ചിട്ടൊന്നുമില്ല, ഇൻ്റർവ്യൂവിലൊന്നും ചിരിച്ചിട്ടൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ എന്നോട് ഭയങ്കര കമ്പനിയാണ്, ഭയങ്കര ഓപ്പണാണ്, എൻ്റെ ഏറ്റവും ടോപ്പാണ് ആക്ച്വലി. ഫുള്ളിയായിട്ട് ഭയങ്കര കമ്പനിയാണ്, നല്ലപോലെ സംസാരിക്കും, നല്ലപോലെ ഇൻട്രാക്ട് ചെയ്യും. ഇപ്പോൾ എൻ്റെ ജൂനിയേഴ്സ് അവിടെ വന്നവരോടും അവരെ കോർഡിനേറ്റ് ചെയ്യാൻ എന്നോടാണ് പറയുക. അത്ര ഓപ്പണാണ്, അത്ര കമ്പനിയാണ്. ബ്രോ ക്യാമ്പിലെ ബിസി ഷെഡ്യൂൾസും ഇവിടുത്തെ വർക്കും തമ്മിൽ ഇപ്പോൾ എങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റുക? ആക്ച്വലി ബ്രോ ക്യാമ്പിൽ വരുന്നവർ ഇപ്പം പ്രത്യേകിച്ച് കോളേജസിലൊന്നും അത്ര പ്രഷർ ഇല്ലാതെ വരുന്നവരായതുകൊണ്ടാണ് അത്ര ഭയങ്കര ബിസി ആയിട്ട് തോന്നുന്നത് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ വർക്ക് ചെയ്തിരുന്ന എൻ്റെ പ്രീവിയസ് വർക്കിംഗ് ഷെഡ്യൂൾസ് എന്ന് പറയുന്നത് 9 to 9 എനിക്കൊരു പ്രശ്നമേ അല്ല. കാരണം ഞാൻ ഗാർമെൻറ്റ്സിൽ വർക്ക് ചെയ്യുമ്പോൾ ഫുൾ ടൈം ഫിസിക്കലിയോ എന്തായാലും എൻഗേജ്ഡാണ്, ഫുൾ ടൈം വർക്കാണ്. അതുകൊണ്ട് നമ്മുടെ ബ്രോ ക്യാമ്പ് ഒരു വലിയ ബാലികേറാമല ആയിരുന്നില്ല എന്നെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെയുള്ള ഞാൻ ഈ ഫീൽഡിൽ പോകുമ്പോൾ എനിക്കിപ്പോൾ ഇഷ്ടംപോലെ ഫ്രീ ടൈമാണ്. രാവിലെ കറക്റ്റ് സമയത്തിന് കയറി ഇറങ്ങുക, കൃത്യമായിട്ട് നമ്മുടെ വർക്ക് ചെയ്യണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, അത് കറക്റ്റായിട്ട് പോകണം. അത് കഴിഞ്ഞാൽ നോക്കുമ്പോൾ വളരെ ഫ്രീ ആണ്. പ്രോ ക്യാമ്പിൽ വരുന്നവർക്കുള്ളൊരു ഗുണം കിട്ടുക അത് തന്നെയാണ്. ഇവിടുത്തെ വർക്ക് ചെയ്തിട്ട് പിന്നെ എവിടെ പോയാലും വർക്കൊരു പ്രശ്നമല്ല, വർക്ക് പ്രഷറാണ്, അങ്ങനെയൊന്നും ആരും കംപ്ലയിൻറ്റ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് കണ്ടിട്ട് തന്നെയാണ് വന്നത്. മേ ബി ഓവർലോഡഡ് ആയി പോകുന്ന പ്രശ്നം ഉണ്ടെങ്കിലല്ലാതെ
ഒരിക്കലും അങ്ങനെയില്ല. അപ്പോൾ എൻ്റെ കൂടെ ഇവിടെ ബ്രോ ക്യാമ്പിൽ എൻ്റെ കൂടെ പഠിച്ച എൻ്റെ ഒരു കൂടെ പയ്യനെ ഞാനവിടെ ചേർത്തിട്ടുണ്ട്. അവൻ ആദ്യം വർക്ക് ചെയ്ത് വന്നിട്ടുള്ളത് ഒരു സ്റ്റാർട്ടപ്പിലായിരുന്നു. അപ്പോൾ ഇവിടെ വർക്ക് ചെയ്ത ശീലം ഉള്ളതുകൊണ്ട് അവന് അങ്ങനെ വർക്ക് ചെയ്യുന്നൊരു പ്രശ്നമേ അല്ലായിരുന്നു. സൺഡേ ഉൾപ്പെടെ സൺഡേ ആഫ്റ്റർനൂൺ മാത്രമാണ് അവൻ കുറച്ച് ഫ്രീ ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അപ്പോൾ അതിന് മുന്നേ ഉള്ള സമയത്തൊക്കെ അവൻ വർക്ക് ചെയ്യുക, അത് ടാസ്ക് തീരുക എന്നുള്ളത് തന്നെ ഉള്ളൂ കേട്ടോ, അല്ലാണ്ട് 100% ഫുൾ ടൈം വർക്ക് ചെയ്യണമെന്ന് നിബന്ധനയൊന്നുമല്ല. അപ്പോൾ അവന് താല്പര്യം ഉള്ളതുകൊണ്ട് അവൻ ഇരുന്ന് കുത്തിയിരുന്ന് വർക്ക് ചെയ്യുമായിരുന്നു. അവർ 10-15 ദിവസം കൊണ്ട് ചെയ്തുകൊണ്ടിരുന്ന എക്സ്പെക്ട് ചെയ്തിരുന്ന ടാസ്കൊക്കെ ഇവൻ 2-3 ദിവസം കൊണ്ടൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ അങ്ങനെ ആ ഒരു ഡെഡിക്കേഷനാണ് അതിനകത്തെ കാര്യം. അപ്പോൾ അവിടെ നിന്ന് ഇപ്പോൾ അവൻ നമ്മുടെ കമ്പനിയിൽ വരുമ്പോൾ ഇപ്പോൾ അവനും അതെ ഫ്രീ ടൈമാണ്, ഒത്തിരി ഫ്രീ ടൈമാണ്. അപ്പോൾ ആ സമയത്ത് വേറെ ബിൽഡ് ചെയ്യാനും എന്തെങ്കിലുമൊക്കെ പഠിക്കാനോ അങ്ങനെ ബിൽഡ് ചെയ്യാനൊക്കെ ഉള്ള ശ്രമമാണ് ഒരു സൈഡിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്നോട് ചോദിച്ചാൽ വളരെ എന്ന് വെച്ചാൽ നമ്മൾ തീയിൽ കുരുത്തത് വെയിലത്ത് പാടില്ല, ആ ഒരു സെറ്റപ്പാണല്ലോ, അതുണ്ട്, അത് ആ ഒരു സംഭവമുണ്ട്. കൊള്ളാം. ഈ ഫ്യൂച്ചർ പ്ലാൻ എന്തൊക്കെയാണ്? ഫ്യൂച്ചർ ആക്ച്വലി ഞാൻ പൈത്തണിൽ തന്നെ ബിൽഡ് ചെയ്തിട്ടൊരു AML സൈഡിലേക്ക് പോകണം എന്നൊരു ആഗ്രഹമുണ്ട്. ഞാൻ എവിടെയും പറയാത്തൊരു കാര്യമുണ്ട് ഇതിനകത്ത്. നമ്മളുടെ 3 ദിവസത്തെ വർക്ക്ഷോപ്പിനകത്ത് പറയുന്ന ഒരു സംഭവമുണ്ട്, അഫർമേഷൻസ്. അതിനെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മൾ വളരെയധികം ഡൗൺ ആയി പോകുന്ന, അല്ലെങ്കിൽ നമുക്ക് നമ്മളെ തന്നെ വിശ്വാസം ഇല്ലാണ്ട് വരുന്ന, നടക്കില്ല എന്ന് തോന്നുന്ന ഒത്തിരിയധികം സംഭവങ്ങളുണ്ട്. അവിടെയൊക്കെ ആണെങ്കിൽ നമ്മൾ നടക്കും. ഞാൻ എൻ്റെ ബോർഡിലിടയ്ക്ക് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, ഐ ആം ദ ബെസ്റ്റ് പൈത്തൺ ഡെവലപ്പർ എന്നും പറഞ്ഞിട്ട്. അത് നമ്മൾ വിശ്വസിച്ചിട്ടല്ല, പക്ഷെ ഇടയ്ക്കിടയ്ക്ക് കാണുമ്പോൾ അങ്ങനെയാണ് എന്ന് തന്നെ എന്ന് പറഞ്ഞിട്ട് ഞാനത് ആരോടും പറഞ്ഞിട്ടില്ല. അത് എൻ്റെ ബോർഡിലുണ്ടായിരുന്നു, താഴെ എഴുതിയിട്ടുണ്ടായിരുന്നു ബെസ്റ്റ് പൈത്തൺ ഡെവലപ്പർ. അവിടെ നമ്മുടെ ഇവിടെ ആയിരുന്നപ്പോൾ, ഇൻഫോ പാർക്കിലായിരുന്നപ്പോൾ നമുക്ക് ആ ബോർഡ് ഉണ്ടായിരുന്നല്ലോ, വൈറ്റ് ബോർഡ് ഉണ്ടായിരുന്നു, അതിൻ്റെ താഴെ എഴുതിയിട്ടുണ്ടായിരുന്നു. സോ അതൊരു വലിയ സംഭവമാണ്. നമ്മളത് വിശ്വസിക്കാതെ അവരുണ്ടാവും, പക്ഷെ അത് ബിൽഡ് ചെയ്യുന്നുണ്ടാവും. നമ്മളൊരിക്കലും അതുകൊണ്ടൊരു സുപ്രഭാതത്തിൽ മാറുന്നല്ല അതിൻ്റെ അർത്ഥം. അതിന് നമ്മൾ ബിൽഡ് ചെയ്യുന്നതിനകത്ത് നമുക്കുള്ള കോൺഫിഡൻസ് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ, നമുക്ക് ബിൽഡ് ചെയ്യാൻ അല്ലെങ്കിൽ വർക്ക് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ് തന്നെ ഉണ്ടാവുക. ആ ഒരു ലെവലിലാണ് അതിൻ്റെ സംഭവം. അത് അഫർമേഷൻ ചിലവരുണ്ടാക്കുന്നത്. ഇപ്പം ഞാനും പണ്ട് ടേക്ക് റിസ്ക് പറഞ്ഞ സാധനം ഉണ്ടാക്കുന്നത്. എപ്പോഴും ടേക്ക് റിസ്ക്, അതായത് എന്തെങ്കിലും സാധനം പറഞ്ഞാൽ ഒരാൾ ചെയ്യാണ്ട് വിചാരിച്ചു കഴിഞ്ഞാൽ ടേക്ക് റിസ്ക്, അതിന് ഏറ്റവും സാധനം ചെയ്തേ പറ്റുള്ളൂ, അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടേ ഉള്ളൂ എന്നുള്ളൊരു മൂഡ് കൊണ്ടുവരും. അത് ശരിക്കും ഒരാളെ മാത്രം ഇന്റേണലി സപ്പോർട്ട് ചെയ്യുന്ന സാധനമായിരിക്കാം ആ ഒരു സമയത്ത്. നമുക്കത് പിന്നെ ചിലപ്പോൾ പറഞ്ഞാൽ പോലും ആൾക്കാർക്ക് അത് ഫീൽ ചെയ്യൂല, വിശ്വസിക്കൂല. തീർച്ചയായിട്ടും അത് പക്ഷെ എന്നെ നല്ലപോലെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതൊരു അങ്ങനത്തെ ആ സംഭവം, പിന്നെ നമ്മുടെ വിഷൻ ബോർഡ്, അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ. നല്ല കാര്യം. ഇതൊക്കെ പറയുമ്പോൾ വിട്ടുപോയൊരു കാര്യമുണ്ട്, 2 കുട്ടികളുടെ അച്ഛനാണെന്ന് പറഞ്ഞല്ലേ തുടക്കത്തിൽ. അതെ അതെ. അവരെന്താ ചെയ്യണ കുട്ടികൾ? ഞാൻ പഠിക്കുന്ന സമയത്ത് എൻ്റെ മോള് 1ാം ക്ലാസ്സിൽ 6 വയസ്സായിരുന്നു, മോന് 3 വയസ്സായിരുന്നു. അപ്പോൾ അതും കൂടെ ഇതിൻ്റെ കൂടെ എനിക്ക് മാനേജ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. ഓർക്കണം, രാവിലെ എൻ്റെ ഫാമിലിയെ ഞാൻ അതുകൊണ്ട് അവരോടും നന്ദി പറയുന്നുണ്ട് ഈ തരുണത്തിൽ. അതായത് അവരെ എന്നെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തായിരുന്നു. വൈഫ് ഹൗസിൽ നിന്നാവട്ടെ എൻ്റെ വീട്ടിൽ നിന്നാവട്ടെ അവർ നല്ലപോലെ ഹെൽപ്പ് ചെയ്തു, വൈഫും നല്ലപോലെ ഹെൽപ്പ് ചെയ്തു. കുഞ്ഞുങ്ങൾ വീട്ടിൽ പോയി കഴിഞ്ഞാൽ പഠിക്കൽ നടക്കില്ല. ഇവിടെ വരുമ്പോൾ നമ്മൾ സത്യം പറഞ്ഞാൽ ഒരാഴ്ച 24 മണിക്കൂർ പണി ചെയ്താൽ തീരില്ലാത്ത അത്രയും വർക്ക് നമുക്കുണ്ട്. ഇതെല്ലാം കൂടെയാണ് മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് പോയത്. അപ്പോൾ അത് എന്തായാലും കുഞ്ഞുങ്ങൾ വീട്ടിൽ പോകുമ്പോൾ ഒന്നും പഠിക്കാൻ സാധിക്കാത്തതുകൊണ്ട് തന്നെ മാക്സിമം വർക്ക് ഇവിടെ നിന്ന് തന്നെ ചെയ്യാൻ നോക്കുമായിരുന്നു. കാരണം എന്നും ആക്ച്വലി ലാപ്ടോപ്പ് എടുത്തോണ്ടാണ് വീട്ടിൽ പോകുന്നത്. ഇവിടുന്ന് കൊച്ചിയിൽ നിന്ന് എനിക്ക് ആക്ച്വലി എൻ്റെ വീട്ടിലേക്ക് 18 കിലോമീറ്റർ ഉണ്ടായിരുന്നുള്ളൂ, 20 മിനിറ്റ്സ് ജേർണി ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ വീട്ടിൽ പോയിട്ടായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്, വീട്ടിൽ പോയി വരികയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ വീട്ടിൽ പോയിട്ട് പഠിത്തമൊന്നും നടക്കില്ലായിരുന്നു. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഈ സ്ട്രഗിൾസിൻ്റെ എല്ലാം കൂടെ തന്നെയാണ് ഞാനിത് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിനകത്തുള്ളൊരു ഗുണം, അല്ലെങ്കിൽ നമ്മളെല്ലാം കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഫീൽ എന്ന് പറയുന്നത് ഈ സെൽഫ് എസ്റ്റീമും സെൽഫ് കോൺഫിഡൻസും. ഞാൻ ആക്ച്വലി എന്നെ തന്നെ അനലൈസ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്ന ഒരു കാര്യം, ഈ പറഞ്ഞ 2 കാര്യങ്ങൾ, സെൽഫ് കോൺഫിഡൻസും സെൽഫ് എസ്റ്റീമും വളരെ ലോ ആയിട്ടുണ്ടായിരുന്ന മനുഷ്യനായിരുന്നു ഞാൻ. അത് സ്വന്തമായിട്ട് നമ്മൾ ചെയ്ത് ബിൽഡ് ചെയ്ത് ഔട്ട്പുട്ട് കാണുമ്പോൾ നമുക്കത് ഓട്ടോമാറ്റിക്കായിട്ട് ബിൽഡാവും, നമുക്ക് കൊണ്ട് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഒരു സ്ട്രെങ്ത്ത് വളരെ ഏറെയാണ്. മറ്റൊരാൾ പഠിപ്പിച്ച് തന്നിട്ട് അല്ലാതെ ചെയ്യുമ്പോൾ
പറയാൻ വേണ്ട. വേറെ ലെവലിലോട്ട് മാറും. അത് നീ എന്തും ചെയ്യാനുള്ള ധൈര്യം അതെ, വരും. തീർച്ചയായും. ഇനിയിപ്പോ നാളെ ഒരു പുതിയൊരു സംരംഭം തുടങ്ങാനും ഒക്കെ ഇതിനുള്ള ധൈര്യം വരും. ഞാനും പലപ്പോഴും കുട്ടിയോട് പറയണത് ഇപ്പോഴും നമ്മള് ഇത് തുടങ്ങി എന്ന് പറഞ്ഞത് തന്നെയാണ്. ഞാൻ 5-6 പൊട്ടിയിട്ടാണ് നമ്മൾ തുടങ്ങുന്നത്. അപ്പൊ ഇപ്പോഴുള്ള ധൈര്യം എന്ന് വെച്ചാൽ പണ്ട് നമ്മളിത് ഈസും മാസം വായിക്കാൻ അറിയാത്ത കാലത്ത് ഇത് സെൽഫ് ലേൺ ചെയ്ത് പഠിച്ചുള്ള ധൈര്യമുണ്ട്. ആ ഒരു സംഭവമാണ് ഇപ്പോഴുള്ള ധൈര്യം. ശരിക്കും അത് വല്ലാതെ 6 മാസം കൊണ്ട് ബിൽഡാകാൻ തന്നെയാണുള്ളത്. ഇനി നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട് മൊത്തത്തിൽ എന്താണ് പറയാനുള്ളത്? അതായത് ഈ 34 വയസ്സ് വരെ ആക്ച്വലി ഞാൻ സ്കൂളിലെ കാലഘട്ടം വിട്ട് ഇനി അത് കാൽക്കുലേറ്റ് ചെയ്താൽ പോലും 20 വർഷം ഇതൊന്നും എന്നെക്കൊണ്ട് നടക്കില്ല എന്ന് ഉറപ്പായിട്ടും അത് എഴുതി തള്ളിയിരുന്ന കാര്യമാണിത്. നടക്കില്ല, ഇത് എൻ്റെതല്ല, ദിസ് ഈസ് നോട്ട് മൈ കപ്പ് ഓഫ് ടീ എന്നായിരുന്നു എൻ്റെ ഉറച്ച വിശ്വാസം. അതുവരെയുള്ള ഉറച്ച വിശ്വാസം അവിടെ നിന്ന് ബിൽഡ് ചെയ്ത് എടുക്കാൻ പറ്റുമെങ്കിൽ. അപ്പോൾ ബിൽഡ് ചെയ്യുമ്പോൾ പലരും വിചാരിക്കുന്നുണ്ടാവും എനിക്ക് എന്തെങ്കിലും കുറച്ചെങ്കിലും നോളജ് ഉണ്ടാവുമെന്ന്. ഇല്ല, ഒരിക്കലും ഇല്ല. 2021 മെയ് മാസത്തിലാണ് ഞാൻ ഈ 100K വീഡിയോ കോഡിങ് കാണുന്നതും. അതായത് കോവിഡ് വന്ന സമയത്ത് എനിക്കും കോവിഡ് വന്ന് വീട്ടിലിരിക്കുമ്പോൾ അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ ആക്ച്വലി ഹിസ്റ്ററി എടുത്ത് ഇടയ്ക്ക് നോക്കിയിരുന്നു, യൂട്യൂബിൻ്റെ ഹിസ്റ്ററി എടുത്ത് നോക്കുമ്പോൾ അന്നേരം ഉണ്ട് ആ പറഞ്ഞ 2021 മെയ് 10 സംതിങ്. അന്നേരമാണ് ഞാനിത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് എനിക്ക് ആ പറഞ്ഞ ഒരു വർഷം കൊണ്ട് ഈ ആക്സിഡൻറ്റും കൂടെ ഉൾപ്പെടെ ഒരു വർഷം കൊണ്ട് എനിക്ക് നേടാമെന്നുണ്ടെങ്കിൽ ആർക്കും പറ്റും. ഇത് പറഞ്ഞ പോലെ റോക്കറ്റ് സയൻസ് അല്ല, പക്ഷേ കൺസിസ്റ്റൻസി എന്ന് പറയുന്ന ഒരു സംഭവം വളരെ വലിയ ഫാക്ടറാണ്. നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ അല്ലെങ്കിൽ വീട്ടിലിരുന്ന് സെൽഫ് ലേണിംഗ് ചെയ്യുന്നതും ഇവിടെ വന്ന് സെൽഫ് ലേണിംഗ് ചെയ്യുന്നതും തമ്മിലുള്ള പ്രധാന വ്യത്യാസം, ഇവിടെ ഈ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫോഴ്സ്ഡാണ്. നമ്മളെ പുറകെ ആൾക്കാരുണ്ട്, അതിനൊരു സ്ട്രക്ചറുണ്ട്, മുന്നോട്ട് പോകാൻ സ്ട്രക്ചറുണ്ട്, കൂടെ പിയർ ഗ്രൂപ്പുണ്ട്. നമ്മളെ എവിടെയെങ്കിലും തളർന്നു പോയാലും കൂടെ ഒന്ന് ചോദിക്കാനും നമ്മളൊന്ന് പുള്ളി ചെയ്യാനും നമ്മളെ കൂടെ നിൽക്കാനും ഒക്കെയുള്ള ആൾക്കാരുണ്ട്. ഇത് ഈ ആദ്യത്തെ 1.5 മാസം ഞാൻ സമയം പറഞ്ഞില്ല, 1.5-2 മാസം വീട്ടിലിരുന്ന് പഠിക്കുന്നവർക്ക് ക്വിറ്റ് ചെയ്ത് പോകുന്ന ഏറ്റവും പോകാൻ സാധ്യതയുള്ള ഏറ്റവും മെന്റാലിറ്റിയാണ്. അപ്പോൾ ആ 1.5 മാസം എന്ന് പറയുന്നത് വളരെ കഷ്ടപ്പാടുള്ള സമയമാണ്. ആ സമയം അത് ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഈ ക്വിറ്റ് ചെയ്ത് പോകാനുള്ള സാധ്യത ഒരു 90% കുറയും. അത് തീരെ പറ്റുന്നില്ല എന്ന് തോന്നുന്നവരൊക്കെയാണ്, അല്ലെങ്കിൽ ജോലി മാത്രം മതി, ഒരു ഇൻട്രസ്റ്റ് ഇല്ലാണ്ടൊക്കെ അങ്ങനെ വന്നവർക്ക് മാത്രമാണ്. പക്ഷേ ഇൻട്രസ്റ്റ് ആണെങ്കിലും കുറേ ചെയ്ത് തന്നെ വന്നു തുടങ്ങുമ്പോൾ ഇൻട്രസ്റ്റ് വരും, അത് വേറൊരു ഫാക്റ്റാണ്. അതിൻ്റെ ഔട്ട്പുട്ട് കിട്ടി തുടങ്ങുമ്പോൾ നമ്മളിടുന്ന കോഡിനനുസരിച്ച് അവിടെ ബൾബ് തെളിയുമ്പോൾ നമുക്ക് രസം തോന്നും, ആ ഒരു സംഭവം വ്യത്യാസം തോന്നും. അപ്പം അങ്ങനെ ആ ഇത് ഇവിടുന്ന് കിട്ടും. അത് പറഞ്ഞ പോലെ ആർക്ക് വേണമെങ്കിലും ബിൽഡ് ചെയ്യാം. ഈ കമ്മ്യൂണിക്കേഷൻ, നമ്മളുടെ തോട്ട്, നമ്മളുടെ പിയർ ഗ്രൂപ്പ് എല്ലാം അതിനനുസരിച്ച് മാറുമ്പോൾ നമ്മളുടെ ലൈഫിൽ ഓട്ടോമാറ്റിക്കായിട്ട് ചേഞ്ച് വരും. ഈ പറഞ്ഞ പോലെ നമ്മുടെ കൂടെ ഉള്ളവർ നമുക്ക് 10,000 രൂപ കിട്ടിയാൽ സന്തോഷമായി എന്ന് പറഞ്ഞിരിക്കുന്നവരും എല്ലാം എനിക്ക് 50,000 രൂപ കിട്ടിയാലാണ് എനിക്ക് പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ അതിനുവേണ്ടി അവർ ബിൽഡ് ചെയ്യുന്ന കാണുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളും ബിൽഡാവും. നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ കൂടെ തന്നെ, ആ ഫ്ലോയുടെ കൂടെ തന്നെ നമ്മളും വലിയൊരു ലക്ഷ്യത്തിലേക്ക് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ചൂടുവയ്ക്കും. അതിന് ബ്രോ ക്യാമ്പ് ആണ് ഏറ്റവും നല്ല പ്ലേസ് ഞാൻ പറയുള്ളൂ, പ്രത്യേകിച്ച് IT സെക്ടറിൽ. ഞാൻ പഠിച്ചിറങ്ങുമ്പോൾ 2008 റിസഷൻ കഴിഞ്ഞ സമയമാണ്. ഒരു ഇതില്ല, എന്താ പറയുക, ക്യാമ്പസ് പ്ലേസ്മെൻറ്റ്സ് ഇല്ല. അതേപോലെ അന്ന് ഉണ്ടായിരുന്ന ഒരു നോർമൽ ടോക്ക് എന്ന് പറയുന്നത് 35 വയസ്സ് കഴിഞ്ഞാൽ IT ഫീൽഡിലൊന്നും എല്ലാവരും പറഞ്ഞു വിടുകയുള്ളൂ, അവരെ കൊണ്ടൊന്നും അവിടെ ഉപകാരമൊന്നുമില്ല, അവരെ ജോലിക്കാരെ ഒന്നും വെച്ചേക്കില്ല. അങ്ങനെയൊക്കെ ഈ തോട്ടെല്ലാം ഉണ്ട് കേട്ടോ. ഈ ബിൽഡ് ചെയ്യുന്നതിനകത്ത് നമ്മുടെ മൈൻഡിൽ IT ഫീൽഡ് നമ്മളെ കൊണ്ട് പറ്റുന്നതല്ല, വേണ്ട, ശരിയാവില്ല എന്ന് ബിൽഡ് ചെയ്യുന്നതിനകത്ത് ഈ പറയുന്ന എല്ലാം ഒരു ഫാക്ടറാണ്. അവിടെ നിന്നാണ് പിന്നെ മാറുന്നത്. ആക്ച്വലി 2010 സമയത്താണല്ലോ ആൻഡ്രോയിഡൊക്കെ ഇറങ്ങുന്നതും നമ്മുടെ അതുവരെ ലാപ്ടോപ്പിൽ ചെയ്തുകൊണ്ടിരുന്നത് മൊബൈലിലേക്ക് എത്തിക്കാൻ പറ്റും എന്നുള്ളൊരു ലെവലിലേക്ക് വരുന്നതും, പിന്നെ അതിനകത്ത് ബിൽഡാവുന്നതും IT ഫീൽഡ് വീണ്ടും വളരെ വലിയൊരു ഭൂമിയിലേക്ക് വരുന്നതൊക്കെ അതിന് ശേഷമാണ്. അപ്പോൾ ഇനിയുള്ള കാലത്ത് അങ്ങനെ ITയോ ഡിജിറ്റൽ അല്ലാത്തൊരു വേൾഡിനെ കുറിച്ച് ചിന്തിക്കാനേ പറ്റില്ല. സോ അതുകൊണ്ട് ഞാൻ എടുത്ത തീരുമാനമാണെങ്കിലും ശരിയാണ് എന്ന് തന്നെയാണ് എൻ്റെ കുറച്ച് വിശ്വാസം, അതിലാണ് മുന്നോട്ട് പോകുന്നത്. നന്നായിട്ട് വളരട്ടെ, പുതിയ അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനിയും ഇൻ്റർവ്യൂസ് വരട്ടെ. വെച്ചാൽ ശരിക്കും ഇപ്പോൾ എനിക്ക് ഇൻ്റർവ്യൂ സ്റ്റോപ്പ് ചെയ്യാൻ തോന്നുന്നില്ല. അത് സാധാരണ ഇൻ്റർവ്യൂസ് നമ്മൾ അവസാനിപ്പിക്കാവുന്ന ലെവലിലോട്ടാണ് പോകാറ്. ഈ ഇൻ്റർവ്യൂസിൽ എനിക്ക് ഇനിയും എന്തൊക്കെയോ പറയാൻ വിട്ടതായിട്ടും അല്ലെ ഇനിയും എന്തൊക്കെയോ നമ്മൾ പറയാനുള്ളതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ 1.5 മണിക്കൂർ എന്തായാലും ഇൻ്റർവ്യൂ ഉണ്ട്. അതിൽ കൂടുതലായി കഴിഞ്ഞാൽ പക്ഷേ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. ഇൻ്റർവ്യൂസിലൂടെ മോട്ടിവേറ്റ് ചെയ്ത് ഭയങ്കരമായിട്ട് മോട്ടിവേഷൻ പോകുമ്പോൾ നമ്മൾ 2 ഇൻ്റർവ്യൂ എടുത്ത് വാച്ച് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതൊരു ധൈര്യമാണ് പലർക്കും.
അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ ഹെൽപ്പ് ചെയ്യട്ടെ. എന്താ പറയുക, പുതിയ തീർച്ചയായിട്ടും അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. എൻ്റെ ഇത് കണ്ടിട്ട് എന്നോട് ഞാൻ ഓപ്പൺ ടു കോൺടാക്റ്റ് ആണ്. അപ്പം എനിക്ക് ആരെങ്കിലും മെസ്സേജ് അയച്ചാലും മേ ബി ഞാൻ ഇമ്മീഡിയറ്റ് റിപ്ലൈ തരാൻ സാധിച്ചെന്ന് വരില്ല. ഞാൻ മൊബൈൽ എൻ്റെ ഓഫീസ് അവേഴ്സിൽ ഞാൻ മൊബൈൽ തീരെ യൂസ് ചെയ്യാറില്ല. മെസ്സേജുകൾക്കൊക്കെ ഈ തേർഡ് കാറ്റഗറി, ആദ്യം പറഞ്ഞ തേർഡ് കാറ്റഗറി ഒഴിച്ചിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഞാൻ എന്തായാലും തിരിച്ച് റിപ്ലൈ ചെയ്തിട്ടുണ്ട്. എന്നെ കൊണ്ട് പറ്റാവുന്ന പോലെ റിപ്ലൈ ചെയ്തിട്ടുണ്ട്. മാക്സിമം മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. സാധിക്കുന്നത് പോലെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഇപ്പോഴും ഓപ്പണാണ്. എനിക്കതിൽ സന്തോഷമുള്ളൂ. അങ്ങനെ ഒരു 2 പേര് ഞാൻ പറയുന്നതിനകത്ത് രക്ഷപ്പെടും. ഒരാളെങ്കിലും രക്ഷപ്പെട്ടാൽ എനിക്ക് വളരെ സന്തോഷം. അങ്ങനെ വന്ന് കുറച്ച് ചേർന്നവർ ഇപ്പോഴും ഉണ്ട്. അവരും രക്ഷപ്പെടട്ടെ, ഇനി വരുന്നവരും രക്ഷപ്പെടട്ടെ. ഈ വീഡിയോ കണ്ടിട്ട് വരുന്നവരും അവരുടെ ജീവിതവും മുന്നോട്ട് എത്രയും പെട്ടെന്ന് നല്ല ഫ്ലറിഷ് ചെയ്യട്ടെ. അതാണ് എൻ്റെ ആഗ്രഹം. ഓക്കെ, അപ്പോൾ താങ്ക്സ് ഫോർ കമ്മിങ്. ഇത്രയും കാര്യങ്ങൾ ഷെയർ ചെയ്തതിന്. ഇനിയും കുറേ കാര്യങ്ങൾ ഷെയർ ചെയ്യാണ്ട്. എന്തായാലും അടുത്തൊരു വലിയ ജമ്പിങ്ങുള്ള ആയിട്ട് വരുമ്പോൾ നമുക്കൊരു ഇൻ്റർവ്യൂ ഹോസ്റ്റ് ചെയ്യേണ്ടി വരും. ഒരുപാട് എന്താ പറയുക, ഇനിയും കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. ഓക്കെ, എന്തായാലും നിർത്താൻ തോന്നാത്തൊരു ഇൻ്റർവ്യൂ ആണ്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. Ha 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 ha!